ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ വീക്ഷണം മാത്രമാണ് ഇവിടെ സ്ഥാപിക്കുക. അല്ലാതെ ബഹുമാനപ്പെട്ട അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് സിദ്ദീഖുൽ അക്ബറിനെ തങ്ങളെക്കാളോ ബഹുമാനപ്പെട്ട സയ്യിദ്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാ അവരെക്കാളോ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ്ന ഉസ്മാൻ ദുന്നൂറൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെക്കാളോ വലിയ ആളാണ് സയ്യിദ്ന അലി എന്ന് സ്ഥാപിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. അങ്ങനെ ആരും വിചാരിക്കേണ്ടതില്ല. എന്നാൽ ഇന്നി ഉഹിബ്ബു ജമീഅഹും, ഞാൻ അവരെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അവരുടെ കൂടെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഫി ദുനിയ വൽ ആഖിറ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിൽ യാതൊരു ശക്കും ഷായിബത്തും ഒരാൾക്കും വേണ്ടതില്ല. അതിലാരും സംശയിക്കേണ്ടതുമില്ല. ബഹുമാനപ്പെട്ട ഫാറൂഖിനെ റളിയല്ലാഹു അൻഹു തള്ളിക്കളഞ്ഞവർ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ഫാറൂഖ് റളിയല്ലാഹു അൻഹു തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചപ്പോൾ മദീനത്തെ ഉമർ അങ്ങനെ ചെയ്തതെങ്കിൽ കേരളത്തിലെ ഉമർ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞവരെയും നേതാവാക്കിക്കൊണ്ട് നടക്കുന്നവരും ഇവിടെയുണ്ട്. ദുന്നൂറയിലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഒരു ബാങ്ക് സ്ഥാപിച്ചപ്പോൾ അത് ഉസ്മാന്റെ ബാങ്കാണ്, ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഇന്നും ഒരു ബാങ്ക് കൊടുക്കുന്നവരും ഇവിടെയുണ്ട്. കക്കൂസിൽ ഇറങ്ങി നിൽക്കുന്നവരാണ് വിയർപ്പുള്ളവനെ വിയർപ്പ് ഒരാളെ തടിയിൽ വിയർപ്പുണ്ട് എന്ന് അയാളുടെ പേരിൽ ആരോപിച്ച് കുറ്റം പറയുന്നത്. ഇറങ്ങി നിൽക്കുന്ന കക്കൂസിൽ എന്നിട്ട് മറ്റവന്റെ മേൽ ആരോപിക്കുക അവനിൽ വിയർപ്പുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും കേരള ജനത വഞ്ചിതരാവുകയില്ല. ഇവിടെ എന്തിനാണ് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാൻ ഉദ്യമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വിറളി പിടിക്കേണ്ട ആവശ്യം? ഇതേ സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഈ പറമ്പിൽ ബഹുമാനപ്പെട്ട സയ്യിദ്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഏറ്റവും പ്രധാനമായി എന്റെ വീക്ഷണം അനുസരിച്ച് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുത്തെ ഫളായില് ബഹുമാനപ്പെട്ട സയ്യിദ്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഫളായിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. മഹാനായ സയ്യിദ്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ ലൗ കാന ലി 40 ബനാത്തിൻ ലസവജതുഹുന്ന ഉസ്മാന വാഹിദതൻ ബഅദ വാഹിദ, എനിക്ക് 40 പെൺകുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നിന് പിറകെ ഒന്ന് എന്ന നിലയിൽ എന്റെ 40 പെൺകുട്ടികളെയും ഞാൻ ഉസ്മാന് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ഈ 20 വർഷം കേരളത്തിൽ ഏറ്റവും വേദികളിൽ പ്രസംഗിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അന്ന് നിങ്ങൾക്ക് വിരളി ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് അലിയാനെ പറ്റി പറയുമ്പോൾ റളിയല്ലാഹു അൻഹു നിങ്ങൾ വിരളി പിടിക്കുന്നത്? അപ്പോൾ എന്തോ അതിലുണ്ടല്ലോ. ഈ അലിയാരെ മക്കൾ കർബലയിൽ തീർന്നു എന്ന് പറഞ്ഞത് നിങ്ങളാണല്ലോ. റളിയല്ലാഹു അൻഹു ഈ അലിയാരെ പരമ്പരയിൽ നിന്ന് നിലനിൽക്കില്ല എന്ന് പറയുന്നതും നിങ്ങളാണല്ലോ. നിങ്ങൾക്ക് ഇവിടെ പറയാൻ എന്റെ അവകാശം? ആരാ നിങ്ങളെ കണക്കാക്കുന്നത്? അതുകൊണ്ട് എന്റെ ഉദ്ദേശ്യം വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ കിതാബിൽ നിന്ന് ഉദ്ധരിക്കൂ, പ്രാമാണികമായ തെളിവനുസരിച്ച് സംസാരിക്കൂ. ബഹുമാനപ്പെട്ട അഹ്ലു സുന്നയുടെ വീക്ഷണങ്ങൾ, അഹ്ലു സുന്നയുടെ കിതാബുകൾ, ഇമാമിയങ്ങൾ, ഞാൻ അഭിപ്രായമാണ് പറയുക. അവർ തികച്ചും അഹ്ലു സുന്നയുടെ മഹാന്മാരായ ഇമാമിയങ്ങളാണ്. അഹ്ലു സുന്നയാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളല്ല, അഹ്ലു സുന്നയാണ്. ബഹുമാനപ്പെട്ട അൽ ഹസൻ ഉസ്സഞ്ചരി ഖാജ റളിയല്ലാഹു അൻഹുവിനെ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു ബഹുമാനപ്പെട്ടവരെ ഷിയാണെന്ന് പറഞ്ഞവരാണ് ഇവിടെ കുറെ ആളുകൾ. അൽ ഹസൻ ഉസ്സഞ്ചരി ഖാജ ഷിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റഹ്മത്തുള്ളാഹി ഷിയ എന്ന് പറയുന്നത് എന്താ അത്ഭുതം? ഇന്ത്യ രാജ്യത്ത് ഇന്നീ കാണുന്ന വെളിച്ചത്തിന്റെ മുഴുവനും പിതാവാണ് മഹാനായ അൽ ഹസൻ ഉസ്സഞ്ചരി ഖാജ. ആ ഖാജ ഷിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചില ആളുകൾ. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ബേജാറുണ്ടായില്ലല്ലോ. എന്നിട്ട് ആരും അതിൽ സോഷ്യൽ മീഡിയയിൽ ബേജാറായില്ലല്ലോ. കുറെ ആളുകൾ ഉറഞ്ഞിട്ടുള്ള എന്തിന് നിങ്ങൾ ഇങ്ങനെ ബേജാറാവുന്നു? ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിവിടെ സെപ്റ്റംബർ 14-ാം തീയതി ഇങ്ങനെ ഒരു പരിപാടി ആരംഭിക്കുന്നുണ്ട് എന്ന് പോസ്റ്റർ വന്നപ്പോഴത്തിന് ചാടുന്നത് എന്തിന്? ഞാൻ പറഞ്ഞോ? ബിരിയാണി ചെമ്പിന്റെ ഉള്ളിലാണല്ലോ. ചെമ്പിലുള്ള ബിരിയാണി ശരിയല്ല എന്ന് പറയാൻ നിങ്ങളാര്? അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എവിടെയോ സംതിങ് റോങ്. അത് തന്നെയാണ് എനിക്കറിയേണ്ടത്. അതെനിക്കറിയും നിങ്ങളെ സോക്കട്.
നിങ്ങൾക്ക് അലിയെ ഇഷ്ടമല്ല, റളിയല്ലാഹു അൻഹു. എനിക്കറിയാം ഇഷ്ടമല്ല. നിങ്ങൾക്ക് അലിയെ ഇഷ്ടപ്പെടാൻ കഴിയില്ല, അത് എനിക്കറിയാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അൽഹംദുലില്ലാ എന്നല്ലേ നിങ്ങൾ പറയേണ്ടത്? ബഹുമാനപ്പെട്ട ദീനിന്റെ 4-മനാണെങ്കിലും മഹാനായ ഇമാമാണല്ലോ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അവരെ പറ്റി ഒരു മാറ്റം പറഞ്ഞാൽ അൽഹംദുലില്ലാ, അവർ നമ്മളെ ആളാണെന്നല്ലേ പറയേണ്ടത്? നിങ്ങൾ ബേജാറാവുന്ന എന്തിന്? നിങ്ങളെ പറ്റി എനിക്കറിയും. ഈ പ്രഭാഷണം കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ പുറം പൂച്ച പുറത്തിയാടും. പോസ്റ്റർ വന്നപ്പോൾ തന്നെ പുറത്തിയാടി. അതൊന്നും നടക്കില്ല, അതൊന്നും നടക്കൂല. ഒരു റഹ്മത്തുള്ളയെ ശരിയാക്കിയാലും നിങ്ങൾക്ക് മതിയാവില്ല. നിങ്ങൾ 10,000-കണക്കിന് റഹ്മത്തുള്ളമാർ പിന്നെ വരും, ഒരൊക്കെ ശരിയാക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് നേരം പോലത്തെ ശിയാനെ കണ്ടുപിടിക്കുന്ന പണിയായിരിക്കും. ഫതിൽക സബീലുൻ ലസ്തു ഫീഹി ബിഔഹദി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ശാഫിഈ. ഒരു ശാഫിഈ ഇല്ലാതാകണമെന്നാണ് ഇവിടെ ചിലർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു ശാഫിഈയെ ഇല്ലാതാക്കിയാൽ നിങ്ങളെ തലവേദന തീരുകയില്ല. ലസ്തു ഫീഹി ബിഔഹദി, ഈ മാർഗത്തിൽ ഞാൻ തനിച്ചൊന്നുമല്ല. ഒരു ശാഫിഈ മരിച്ചാൽ 1000 ശാഫിഈകൾ ജനിക്കുമെന്ന് ഇമാം ശാഫിഈ. മരിച്ചില്ലല്ലോ, ഇതൊക്കെ ശാഫിഈകളല്ലേ. ഒരു ശാഫിഈയെ കൊന്നു ചിലർ, ഇതാ 1000 ശാഫിഈകൾ, 10,000-കണക്കിന് ശാഫിഈകൾ, കോടിക്കണക്കിന് ശാഫിഈകൾ. ഇതല്ലേ നമ്മളൊക്കെ ശാഫിഈകളല്ലേ? പറ അൽഹംദുലില്ലാ. അതൊന്നും നടക്കുന്ന കേസല്ല. അതുകൊണ്ട് കാര്യം വളരെ വ്യക്തമാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ കിതാബിൽ നിന്ന്, അഹ്ലു സുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന്, അഹ്ലു സുന്നയുടെ അഇമ്മത്തിന്റെ റിക്കാർഡുകളിൽ നിന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു തആല അവിടുത്തെ മഹത്തായ ഫളായിലുകൾ ഇവിടെ പറയും. അത് ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. അതിലെന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിന്റെ കൗസർ കിട്ടുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ലിഖംസത്തുൻ ഉതുഫി ബിഹാ ഹറൽ വബാഇൽ ഹാതിമാ അൽ മുസ്തഫ വൽ മുർതള വബിനാഹുമാ വൽ ഫാത്തിമാ. ഇത് അഇമ്മത്ത് സുന്നത്തി ജമാഅത്തെ മശായിഖന്മാരുടെ ബൈത്താണ്. പഴയ കാലത്തെ മുതൽ സുന്നത്തി ജമാഅത്തിന്റെ മശായിഖന്മാരും ഇമാമിങ്ങളും ഈ ബൈത്ത് എനിക്ക് കിട്ടിയത് തൃപ്പേച്ചി മുഹമ്മദ് മുസ്ലിയാരിൽ നിന്നാണ്. ലിഖംസത്തുൻ ഉതുഫി ബിഹാ ഹറൽ വബാഇൽ ഹാതിമാ അൽ മുസ്തഫ വൽ മുർതള വബിനാഹുമാ വൽ ഫാത്തിമാ. ആ മഹാന്മാർ വഴിയുള്ള ബൈത്തുകളാണ്, റിക്കാർഡുകളാണ് സുന്നത്തി ജമാഅത്തിന്റെ ഇന്നത്തെയും ഉലമാ, അവരുടെ ശിഷ്യന്മാരും മുരീദുമാരും ഇന്നും ഇത് പാരായണം ചെയ്യുന്നു. അവരൊക്കെ തന്നെയാണ് നമ്മളും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളിലേക്ക് നമ്മളെയൊക്കെ ചേർക്കട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം, മഹാന്മാരായ അഇമ്മത്തുൽ കിറാം, ബഹുമാനപ്പെട്ട സലഫിലും ഖലഫിലുമുള്ള സ്വഹാബത്ത് മുതൽ ഇന്ന് വരെയുള്ള സുന്നത്തി ജമാഅത്തിന്റെ ഇമാമിങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു തങ്ങളെ പറ്റി പറഞ്ഞ വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ പറയാ. വേറൊരു വർത്തമാനത്തിലേക്ക് പോകില്ല. അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാം. അത് നിങ്ങൾ പറയുന്ന ട്യൂണിനെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള 47 സ്വാതന്ത്ര്യം എന്നാണ് അതിന്റെ മറുപടി. അതിനൊന്നും കൂടുതൽ വർത്തമാനല്ല. അത് പറയും, വേറെ ആളെ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആയത്തിറങ്ങിയത് സയ്യിദുനാ അലി. 300ഓളം ആയത്തുകളാണ്, 300-നടുത്ത ആയത്തുകളാണ് സയ്യിദുനാ അലി. അതാണ് സയ്യിദുനാ അലി റളിയല്ലാഹു. ഇത്രയേറെ ആയത്തിറങ്ങിയ ഒരു സ്വഹാബിയും ഇല്ല. ഇത് കേരളത്തിൽ 20 കൊല്ലമായി പ്രചരിപ്പിക്കുന്ന പണിയാണ് എനിക്ക്. ഇത് പറയാൻ എനിക്ക് ബാധ്യതല്ലേ, അവകാശല്ലേ? ഇല്ലെങ്കിൽ പറയില്ല, അങ്ങനെ ഇറങ്ങിയിട്ടില്ല, അങ്ങനെ തെളിയിക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഇത്രയേറെ ആയത്തുകൾ ഇറങ്ങിയ വേറെ ഒരു സ്വഹാബിയില്ല. 300ഓളം ആയത്തുകളുടെ സബബുൻ നുസൂൽ സയ്യിദുനാ അലിയാണ് റളിയല്ലാഹു. സയ്യിദുനാ അലി ഇത്രയേറെ ഫളായിൽ വന്ന ഒരു സ്വഹാബിയും ഇല്ല മുത്തുനബിയുടെ വായിലൂടെ. ഇനി നിങ്ങൾ നിഷേധിക്കി, നിങ്ങൾ ലോറി കൊണ്ടുവരേണ്ടി വരും ഞാൻ തെളിവ് പറയുകയാണെങ്കിൽ. ഇനി ഈ
ആയിഷ പറഞ്ഞേന് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. എന്താണ് സയ്യിദുന അലി റളിയല്ലാഹുവിന്റെ പ്രത്യേകത? നിങ്ങൾ ഇത്രയേറെ ആയത്തിറങ്ങിയൊരു സ്വഹാബിയില്ല. എന്തെങ്കിലും ബാധ്യത? എനിക്ക് ബാധ്യതല്ല കുട്ടി. 20 കൊല്ലമായി 2000 നവംബർ 5 പാണക്കാട് സാദാത്യങ്ങൾ തുടങ്ങി തന്ന ഖുർആൻ ക്ലാസ് ആണിത്. 2018 2000 നവംബർ 5 പാണക്കാട് സാദാത്യങ്ങൾ തുടങ്ങി തന്ന ഖുർആൻ ക്ലാസ് ആണ് ഇത്. അതിന്റെ ബറക്കത്തോണ്ട് ഇത് 2018 സെപ്റ്റംബർ 16 നടക്കുന്നുണ്ട്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. 2000 നവംബർ 5 തുടങ്ങിയതാണ്. ഇതിൽ എനിക്ക് ബാധ്യതല്ലേ? പരിശുദ്ധ കലാമിൽ ഇത്രയേറെ ആയത്തിറങ്ങിയ ഒരു സ്വഹാബി വേറെ ഇല്ല. 300ഓളം ആയത്താണ് സബബുൻ നുസൂൽ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഇത്രയേറെ ഫളായിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വന്ന വേറൊരു സ്വഹാബിയും ഇല്ല, വേറെയില്ല. ഒരു സ്വഹാബിയും ഇല്ല, ഒരു സ്വഹാബിയും വേറെ ഇല്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച നിങ്ങൾ ലോറിയും കൊണ്ടുവരിക, തെളിവ് ഞാൻ തരും. ബേജാറാവൊന്നും വേണ്ട, കാലം ഉറപ്പിച്ചിട്ട് വർത്താനം പറയുള്ളൂ. ആര് പറഞ്ഞു? സുന്നത്ത് ജമാഅത്തിന്റെ അയിമ്മത്ത് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു നോക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. സലഫിലും ഖലഫിലുമുള്ള ഇമാമിയങ്ങൾ പറഞ്ഞു ഹബീബിന്റെ വായിൽ നിന്ന് ഇത്രയേറെ ഫളായിൽ പുറത്തു വന്ന വേറൊരു സ്വഹാബിയില്ല, ആരെ പോലെയില്ല സയ്യിദുനാ അലി. സബബുൻ നുസൂൽ വിശദീകരിച്ച മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി ഇത്രയേറെ ആയത്തുകള് ഒരു വ്യക്തിയിലും ഒരു കുടുംബത്തിലും അധിഷ്ഠിതമായി വന്ന വേറെ ഒരു വ്യക്തിയോ കുടുംബമോ അലിയാരെ പോലെയും റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ പോലെയും വേറെയില്ല. ഇതാണ് ഇത് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണം. നാളെ ചോദിക്കാനോ ഔലിന്റെ കരയിൽ ആദ്യം എത്തുന്ന ആൾ 5 ആളായിരിക്കും. ഒക്കെ ഞാൻ പിന്നെ വിശദീകരിക്കും. തേളയടക്കം. 1 മുത്ത് മുഹമ്മദ് മുസ്തഫ, 2 അലിയുനിൽ മുർത്തള, 3 ഫാത്തിമ, 4 സയ്യിദുനാ ഹസൻ, 5 സയ്യിദുനാ ഹുസൈൻ. എന്താണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നുമല്ല, എന്റെ ഈ ഒരു അമല് കാരണം മരണപ്പെട്ട എന്റെ ബാപ്പാക്ക് ഖബറിൽ സ്വർഗം കിട്ടലല്ലാതെ എനിക്ക് ഉദ്ദേശമില്ല. ബഹുമാനപ്പെട്ട കൗതറിന്റെ കരയിൽ എന്റെ ബാപ്പയും ഉമ്മയും ഞാനും എന്റെ മക്കളും ചെല്ലുമ്പോൾ ഇതാ കൂട്ടിക്കൊണ്ടുവരാൻ 5 ആൾ കയ്യിൽ നീട്ടലല്ലാതെ എനിക്ക് യാതൊരു ലക്ഷ്യവുമില്ല. അത് പറഞ്ഞേ പറ്റൂ. ഇങ്ങനെ വേറൊരു സ്വഹാബിയില്ല, ഇത്രയേറെ ആയത്തിറങ്ങിയ വേറൊരു സ്വഹാബിയില്ല. തർത്തീബൊക്കെ ക്ലിയർ. ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു, സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു, സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സയ്യിദുനാ അലി. ആ തർത്തീബ് തന്നെ ഞാനും പറയുന്നത്. പക്ഷേ ഇത് നീക്കി കളയാൻ കഴിയില്ല. ഇത് വളരെ ഇതാര് പറഞ്ഞു? അഇമ്മത്തുൽ കിറാം പറഞ്ഞു. മഹാന്മാരായ സലഫിലും ഖലഫിലുമുള്ള ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയേറെ ആയത്തുകൾ ഇറങ്ങിയ വേറെ സ്വഹാബിയും ഇല്ല, ഇത്രയേറെ ഫളായിൽ ഹബീബിന്റെ വായിൽ നിന്ന് വന്ന വേറൊരു സ്വഹാബിയും ഇല്ല. അപ്പോൾ ഇവർ വേറിട്ട ആളുകളാണ്. ഏറ്റവും ചുരുങ്ങിയത് ബിശറഫിൽ ദാതി വബിശറഫിൽ അജ്സാമി വബിശറഫിൽ അൻസാബി. എന്തേ ഈ കുട്ടി ഇവിടെ കയറി വന്നപ്പോൾ നമ്മൾ അവരോടൊന്ന് വേർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ദുആ കഴിഞ്ഞിട്ടില്ലേ? മൂല്യമാരോട് പറയുന്നുണ്ടല്ലോ, ഇല്ലേ? മൂല്യന്മാർ ഇവിടെ പറയുന്നുണ്ടല്ലോ. ഇവിടെ തുടക്കത്തിൽ വന്നവരുണ്ടല്ലോ, പിന്നെ വന്ന മൂല്യന്മാരുണ്ടല്ലോ. എന്താ ഈ കുട്ടി വന്നപ്പോ നമ്മളത് ചെയ്യാൻ കാരണം എന്താ? അവർ വേറെ പോലെ അല്ല, ഒരിക്കലല്ല. ഒരിക്കൽ ഒരു സംഭവം പറയാം, ചിന്തിക്കാൻ ഒരു സംഭവം പറയാം. അങ്ങനത്തെ 100 കണക്കിന് സംഭവം ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. ഒരു സംഭവം പറയാം. ഒരിക്കൽ ഒരാൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. അങ്ങനെ അയാൾ വന്ന് വിഷയങ്ങൾ പറയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നുണ്ട് സയ്യിദുനാ അലി. അപ്പോൾ സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, ഫൽയഖ്ലി ഫീഹി, ഈ വിഷയത്തിൽ ഞാനല്ല വിധി പറയുക, ഇയാൾ വിധി പറയുന്നത്. ഏറ്റവും ഒരു കാര്യം പറഞ്ഞുതരാം. സയ്യിദുനാ സിദ്ദീഖ്, സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കം അവരുടെ ഭരണകാലഘട്ടത്തിൽ ഒരു വിഷയത്തിൽ സയ്യിദുനാ അലി വിധി പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ഒരാൾ മിണ്ടൂല.
മിണ്ടൂല. മനസ്സിലായി? ഒരു കാര്യത്തിൽ അലി റളിയല്ലാഹു അൻഹു വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സയ്യിദ്നാ സിദ്ദീഖ് മിണ്ടൂല. ഇതാ ഈ ആള് വിധി പറയട്ടെ. അപ്പോൾ ഈ വന്നാള് മനസ്സിലായില്ലേ? അയാൾ വിഷയം പറയാൻ വന്നത് ഖലീഫയുടെ അടുത്ത്. ആരാ ഖലീഫ? വേഗം പറ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സയ്യിദ് ഉമർ ഇബ്നു തങ്ങൾ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് ചൂണ്ടി സയ്യിദ് അലിയാരിലേക്ക് റളിയല്ലാഹു അൻഹു ഫലിയഖ്ലി ഫീഹി, ഈ വിഷയത്തിൽ ഇയാൾ വിധി പറഞ്ഞോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആള് പറഞ്ഞു, യഖ്ലി ഫീഹി ഹാദൽ അബ്തൻ, ഈ പള്ള വലിയതായിരിക്കുന്ന ഇയാളാണ് വിധി പറയേണ്ടത്. കുറച്ച് വയറ് ഉയർന്ന ആളായിരുന്നു. ആര്? സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു. ഫഖാമ ഉമർ ഇബ്നു ഖത്താബ് എണീറ്റു. ഫഅഖദ അലാ ഖമീസിഹി, ഖമീസ് പിടിച്ച് ഫറഫഅഹു വജദബഹു വറഫഅഹു, ഒറ്റ പൊക്കി വജദബഹു വറഫഅഹു മിനൽ അർളി, പിടിച്ചിട്ട് പോണ്ടിച്ച്. മൻ സഖത്ത്, ആരുടെ ചെറുതാക്കിയത്? ഹാദാ മൗലായ, ഇതെന്റെ നേതാവാണ്. വ മൗലാ കുല്ലി മുഅ്മിനിൻ, എല്ലാ മുഅ്മിനീങ്ങളുടെയും നേതാവാണ്. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലാ ഫലൈസ ബിമുഅ്മിനിൻ, ഏതെങ്കിലും ഒരാൾക്ക് അലി നേതാവല്ലെങ്കിൽ അയാൾ മുഅ്മിനല്ല. സയ്യിദ്നാ ഫറൂഖ് റളിയല്ലാഹു അൻഹു, അതാണ് സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു. അതാണ് പറയുന്നത്. ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ തഹയ്യുറായി പോയിട്ടുണ്ട്. ഞാൻ അത്ഭുതത്തിലാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ആരാണ് ഈ മഹാൻ സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു? വളരെ ചിന്തിക്കണം. ഇത് സത്യം. എന്താ പറഞ്ഞത്? ഹാദാ മൗലായ, ഇതെന്റെ നേതാവാണ്. വ മൗലാ കുല്ലി മുഅ്മിനിൻ, എല്ലാ മുഅ്മിനീങ്ങളുടെയും നേതാവാണ്. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലാ ഫലൈസ ബിമുഅ്മിനിൻ, ഏതെങ്കിലും ഒരാൾക്ക് അലി നേതാവ് അല്ലെങ്കിൽ അവൻ മുഅ്മിനല്ല. സയ്യിദ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തിനാ നിങ്ങൾ ഇത്ര വിരളി പിടിക്കണത്? സോക്കടി നിങ്ങൾക്കറിയാം. മതി, തെളിവൊക്കെ ഞാൻ പറയും. ഇനിയും തെളിവ് ഉദ്ധരിച്ച് പറയും. അത് കിതാബ് ലോഡിൽ അങ്ങനെ പറയും ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ആമുഖം മാത്രമാണ്. സ്വഹാബത്തിൽ മുനാഫിഖ് ഉണ്ടായിരുന്നു. സ്വഹാബത്ത് മദീനയിൽ ഉണ്ടാകുമ്പോൾ തന്നെ അക്കാലത്ത് മദീനയിൽ ആരുണ്ട്? മുനാഫിഖ്. സ്വഹാബത്തിൽ മുനാഫിഖ് അല്ല, അവരെ കൂടെ മുസ്ലിമാന്ന് പറഞ്ഞ് നടക്കും. എന്ത് മുനാഫിഖ്? അക്കാലത്ത് മദീനയിൽ എന്ത് പറഞ്ഞു നടക്കും? അവരെ കോലത്തിൽ അവർ സ്വഹാബിയായി നടക്കുക. അവരാരല്ല? സ്വഹാബിയല്ല, മുനാഫിഖ്. ഉള്ളിൽ കുഫർ. അപ്പോൾ എന്ത് ചെയ്യും? സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലുള്ള ഒരാൾ മുനാഫിഖാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ചെയ്തിരുന്നത് എന്താ? ഒരാളെ തിരിച്ചറിയാൻ വേണ്ടി ചെയ്തിരുന്നത്, അയാളെ അടുത്തിരുന്ന് അലിയാരെ പറ്റി പറയും. അലിയാരെ പറ്റി പറഞ്ഞാൽ ആർക്കൊക്കെ അലിയാരെ പറ്റി പറയുമ്പോൾ വിഷമമുണ്ടോ എന്ന് മനസ്സിലാക്കും. അവർ മുഅ്മിനാവുകയില്ല എന്ന് തീരുമാനിക്കും. മനസ്സിലായോ? ചിന്തിച്ചോ? ലോറി കൊണ്ടുവാ, അടുത്ത ആഴ്ച ലോറി കൊണ്ടുവാ, തെളിവാൻ തരാം. എവിടെയുള്ളത്? ലോറി കൊണ്ടുവാ, തെളിവാൻ തരാം. പിന്നെ ഞാൻ 2-3 ആഴ്ച ഇത് പിന്തിച്ചത് വസൂരി മുഴുവൻ പൊന്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മുമ്പ് കാബയുടെ വിഷയത്തിൽ വിഷയം ഉണ്ടായപ്പോൾ നമ്മൾ തൽക്കാലം മറുപടി അറിഞ്ഞില്ല. തൽക്കാലം വസൂരി ആദ്യം തന്നെ, പിന്നെ എന്താവില്ല, കരിഞ്ഞു പോവില്ല. അപ്പൊ കുറച്ച് വസൂരി പൊന്തി തീരട്ടെ. സ്വഹാബത്തിന്റെ കാലത്ത് തെളിവ് കൃത്യമായി പറയും. സ്വഹാബത്തിന്റെ കാലത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുനാഫിഖിനെയും മുഅ്മിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സ്വഹാബികൾ ചെയ്തിരുന്ന വിദ്യ, ഒരാളെ പറ്റി സംശയം ഉണ്ടെങ്കിൽ അയാൾ അടുത്ത് പോയി ഇങ്ങനെ പറയും. ആരെ പറ്റി? അലി റളിയല്ലാഹുവിനെ പറ്റി. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ തന്നെ. അപ്പോൾ ഇങ്ങോട്ട് വെളിവാവും. എന്ത്? മുനാഫിഖ് തരണ്ട് വെളിവാവും. അതിങ്ങനെ കുറച്ചാണ് പറഞ്ഞാൽ എല്ലാവരും അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അതുറപ്പ് തന്നെയാണല്ലോ, അതുറപ്പല്ലേ? അത് ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഒരാൾ കോൺഗ്രസ് ആണോ കോൺഗ്രസ് അല്ലേ എന്ന് ഇന്ന് തീരുമാനിക്കാനുള്ള ഒരു വളവ് പറഞ്ഞുതരാ. എന്ത്? രാഹുൽ ഗാന്ധിനെ പറ്റി ഇങ്ങനെ പോയി പറഞ്ഞാൽ 1-2 വാക്കൊക്കെ മുനാഫിഖും ക്ഷമിക്കും. അതിന്റെ അപ്പുറത്തവൻ എന്നാലും ആള് ശരിയില്ല എന്നറിയും ലാസ്റ്റ്. ലീഗും അങ്ങനെ തന്നെയല്ലേ? ഒരാൾക്ക് ലീഗാണോ ലീഗല്ലേ എന്ന് തെളിയിക്കാൻ ഹൈദരലി തങ്ങൾ പറഞ്ഞാൽ പിന്നെ എല്ലാവരും സമ്മതിക്കും. എല്ലാവർക്കും ഒരു സമ്മതനായ ആളാണ് ഹൈദരലി തങ്ങൾ. നേരെ പക്ഷെ കുഞ്ഞാലിക്കുട്ടിനെ പറഞ്ഞാൽ അത് ചിന്തിക്കണം. അതെന്നെ ഇന്നത്തെയും കുഴപ്പം. ഇന്നത്തെയും കുഴപ്പതാ. ഇനി നിങ്ങൾ ചിന്തിക്കുക. ഇന്നത്തെയും കുഴപ്പതാ. ഈ വേദിയില് മണിക്കൂർ കണക്കിന് സിദ്ദീഖുൽ അക്ബറിനെ പറ്റി നാക്കിട്ട് അലച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല.
ഫാറൂഖ് റളിയല്ലാഹുവിനെ പറ്റി നാക്കിട്ടലിച്ചിട്ടുണ്ട്. ഒരു വർത്താനുണ്ട്, എന്റെ അങ്ങനെ തന്നെയല്ല ഡോക്ടറെ, ഒന്നും ഇല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ പറ്റി കേരളം മുഴുവൻ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, അവൈലബിൾ ഇഷ്ടം പോലെ. എന്റെ അലിയാരെ പറ്റി നിങ്ങൾ പറയാൻ പോകുന്നുണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ ആളുകളുടെ ആവശ്യം എന്താ? അത് നിങ്ങൾക്ക് തിരിയുന്നുണ്ട്. നിങ്ങൾ തീരുമാനിച്ചാളേ നിങ്ങൾ ആരാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളെ കാര്യം നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളെ പരിശോധിക്കുക. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഒരാളെ ചൂണ്ടാൻ വന്നിട്ടുമില്ല, ഞങ്ങൾക്ക് ആ പണിയും ഇല്ല. അള്ളാഹു നമ്മൾ ആ കൂട്ടലിനെ നമ്മക്കേ ഉള്ളൂ. നമുക്ക് ഒരാളെ പുറത്താക്കില്ല നമ്മളെ ലക്ഷ്യമല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു പുറത്തു പോകുന്നതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് ബഹുമാനപ്പെട്ട ഖുർആനിന്റെ ഏകദേശം 300ഓളം ആയത്ത്, ഏറ്റവും കൂടുതൽ ആയത്തിന്റെ സബബ് നൂസൂൽ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായത് ആരാണ്? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അത് തന്നെയാണ് ഫാത്തിഹയും. അതന്നെ ഫാത്തിഹ. ഫാത്തിഹയിൽ ഹിദായത്ത് ചോദിച്ചിട്ട് അള്ളാഹുവെ സമീപിക്കുകയാണ് ആബിദ്. അപ്പോൾ അള്ളാഹു ആബിദിനോട് പറയുന്നത് എന്താ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളുടെ വഴിയിൽ വരുക. ഏതാളാണ് അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകൾ? അത് ത്വരീഖു ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാർഗമാണ്. സയ്യിദ്നാ ഇബ്രാഹിം, ഇബ്രാഹിമിനോട് ദാതൻ വനസബൻ, അവരെ വാപ്പയാ സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ സിറാത്തു അലിയാണത് റളിയല്ലാഹു അൻഹു. ബേജാറാകൊന്നും വേണ്ട, എല്ലാം തെളിയിക്കാൻ കഴിയില്ല. മനസ്സിലായില്ല? ആ ഇബ്രാഹിമിയത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്റെ പരമ്പര ഇബ്രാഹിമിൽ എത്തുന്നത് ഹബീബ് തന്നെയും വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ള മുതലുള്ള പരമ്പര ഏതുവരെ? സയ്യിദുനാ ഇബ്രാഹിം, ഉറക്കപ്പറ, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള പരമ്പര മുത്ത് മുഹമ്മദ് മുസ്തഫ വിശദീകരിച്ചിട്ടുണ്ട്. ആ പരമ്പരയാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ആ ത്വരീഖാണ്. ആ ത്വരീഖിൽ നസബൻ വജസദൻ, അതാണ് അവരിൽ ഇവരിൽ എന്തംശമുണ്ട്? മഹാനായ ഇബ്രാഹിമിയത്ത് ഇവരിൽ കിടക്കുന്നുണ്ട്. ജസദൻ വനസബ്, നസബ തടിയിൽ ഇബ്രാഹിമിയത്തുണ്ട് അലൈഹിസ്സലാം. തടിയിൽ കുടുംബത്തിലുമുണ്ട്, ഇവരിൽ ദേഹത്തിൽ ഇബ്രാഹിമിയത്തുമുണ്ട്, കുടുംബത്തിൽ ഇബ്രാഹിമിയത്തുണ്ട്. വത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ, ആ ഇബ്രാഹിമിൽ തെറ്റിയവരാണ് മഗ്ലൂബി അലൈഹിം അല്ലാഹ്. അപ്പോൾ ഇബ്രാഹിമി ത്വരീഖാണ് സിറാത്തല്ലദീന, ആ ഇബ്രാഹിമി ത്വരീഖാണ് മുഹമ്മദിയത്ത്, ആ മുഹമ്മദിയത്താണ് അലവിയത്ത്. എന്തുകൊണ്ട്? ദാതൻ വനസബൻ, ആ ഹബീബായ റസൂലുള്ളാഹിന്റെ പകരക്കാരനാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് തെളിവ് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട്? ഇന്നമ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മദീനയിൽ ഹിജ്റ വന്ന പല ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികൾ കേൾപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി മുഹാജിർ. മനസ്സിലായില്ലേ? എന്റെ കൂടെ വരണട്ടാ, സമയം പോകരുത്, എന്റെ കൂടെ വരണം. ഹിജ്റ വന്ന ആളുകളെ ഓരോരുത്തർക്ക് ഹബീബ് ഏൽപ്പിച്ചു കൊടുത്തു. അലിയാർക്ക് ആളില്ല റളിയല്ലാഹു അൻഹു. അലിയാരെ ഹബീബ് ഒരാൾക്കും ഏൽപ്പിച്ചു കൊടുത്തില്ല. അപ്പോൾ വേദനയോടുകൂടെ വന്നിട്ട് പറഞ്ഞു, നബിയെ, അൻസാരികളിൽ പല ആളുകൾക്കും അങ്ങ് പല സ്വഹാബികളെയും മുഹാജിറുകളെ ഏൽപ്പിച്ചു കൊടുത്തു, അങ്ങനെ ഒരാളെയും ഏൽപ്പിച്ചില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, പൊന്നു മോനെ, നിന്നെ ഞാൻ എങ്ങനെ പുറത്തേൽപ്പിക്കും? നീ എന്നിൽ നിന്നും ഞാൻ നിന്നിൽ നിന്നും അല്ലേ. മുഹാജിർ തമ്മിലാണ് കൂടി, അവർ അൻസാരികളിലേക്ക് ചേർന്നില്ല. ഇവരെ രണ്ടാളെയും വലയം ചെയ്ത് അൻസാറിന് നിലകൊണ്ടു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇവർക്ക് ഈ മുഹാജിറിന്റെ 2 മുഹാജിറും അൻസാറാണ്, മൊത്തം അൻസാരിങ്ങൾ. നിങ്ങൾ എന്റെ കൂടെ വരണം. ഞാൻ എങ്ങനെയാണ് നിന്നെ വേറൊരാളെ ഏൽപ്പിക്കുക? എവിടെന്റെ ഹദീസ്? സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അന്ത മിന്നി വ അന മിൻക, നീ എന്നിലും നീ എന്നിലല്ലേ ഞാൻ നിന്നിലല്ലേ. അന്ത മിന്നി വ അന മിൻക, നീ എന്നിലല്ലേ ഞാൻ നിന്നിലല്ലേ. അപ്പോൾ ആ മുഹമ്മദിയത്തിന്റെ കൃത്യമാണ് അലവിയത്ത്. കുട്ടി സിറാത്തുല്ലദീന അൻഅംത അലൈഹിം മുഹമ്മദിയത്താണ്.
എങ്കിൽ അതിന്റെ ദാത്തൻ വന്നത് ഇമാമത്ത് ഖിലാഫത്തല്ല ഞാൻ പറയുന്നത്. ദാത്തൻ വനസബൻ എന്ന ഷറഫ് പൂർണ്ണമായും ആരിലാണ്? സയ്യിദുനാ അലി എന്ന് പറയാ, സയ്യിദുനാ അലി എന്ന് പറ. മനസ്സിലായോ? ഇത് ഈ അർത്ഥത്തിൽ സിറാത്ത് അഥവാ അലിയാൽ വന്ന ത്വരീഖ്. ഇനി അതിന്റെ അർത്ഥം ഞാൻ പിന്നെ പറഞ്ഞുതരാം, കുറച്ച് ഞാൻ പറഞ്ഞുതരാം. എത്രയാ വേറെ ഹദീത്ത്? أنا وعلي من شجرة واحدة والناس كلهم من شجرات شتى. ഞാനും അലിയും ഒരു മരത്തിൽ നിന്നാണ്, മറ്റുള്ളവർ പല മരങ്ങളിൽ നിന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഖിയാമത്ത് നാൾ വരെ പറഞ്ഞു തീരൂല. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ സിർ മുഴുവനും കണ്ടെത്താൻ അള്ളാഹു വെളിപ്പെടുത്തുന്ന ദിവസമല്ലാതെ നമ്മളെപ്പോലത്തവർക്ക് കണ്ടെത്താനോട്ട് എന്താ പറഞ്ഞത്? അത് ഷജറത്തു നൂരിയത്താ, ഷജറത്തു നൂരിയത്താ, റസൂലുള്ളാഹിന്റെ ഷജറത്തു നൂരിയത്തായ ഷജറത്താ. അതായത് ഞാനും അലിയും പ്രകാശം സ്വീകരിച്ചത് ഒറ്റ സ്ഥലത്ത് നിന്നാണ്, ബാക്കിയുള്ള പല മരങ്ങളിൽ നിന്നാണ്. ഞങ്ങളെ കൂട്ടത്തിലല്ല സയ്യിദുനാ അലി. അത് ഞാൻ പറയണം. ഞാനും അലിയും റളിയല്ലാഹു അൻഹു ഒരു മരത്തിൽ നിന്നാണ്. മറ്റുള്ള ജനങ്ങളെല്ലാം വ്യത്യസ്ത മരങ്ങളിൽ നിന്നാണ്. അഥവാ ഞങ്ങളെ മരത്തിൽ അവരുമില്ല, അവരെ മരത്തിൽ ഞങ്ങളുമില്ല. അവർ തമ്മിൽ തന്നെ ഒരു മരവുമല്ല. അപ്പൊ ഞാനും നിങ്ങൾ ഒരു മരമല്ല. പല മരങ്ങളിൽ നിന്നാണ് മറ്റുള്ള മനുഷ്യന്മാരൊക്കെ. ഞാനും അലിയും ഒറ്റ മരാണ്. ഏതാ മരം? മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശറത്തിൻ ത്വയ്യിബ. ആ മരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മരം. അതിന്റെ പൊരുളൊന്നും ഇപ്പൊ പറഞ്ഞാൽ തീരുവില്ല. പിന്നെ രഹസ്യമായി കിടന്നോട്ടെ. എല്ലാം കൂടി പറഞ്ഞാൽ രഹസ്യം പൊളിക്കാൻ പാടില്ലല്ലോ. രഹസ്യമാണ്. അതിന്റെ മേൽഭാഗം പറയാൻ ഞാൻ ചെയ്യുന്നത്. കിതാബിൽ അങ്ങനെ ഉള്ളതുകൊണ്ട്, ഇതിപ്പോ വെളിവാക്കിയത് കിതാബിലുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ കണ്ടെത്തിയത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ ആ ഷജറത്തായ മുത്ത് മുഹമ്മദ് ആ ഷജറത്ത് ഇബ്രാഹിമിയത്താണ്, ആ ഷജറത്ത് മുഹമ്മദിയത്താണ്. അതങ്ങനെ നിലനിൽക്കുന്ന ഷജറത്ത് സയ്യിദുനാ അലവിയത്താണ്. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ആ മുഖാണ് ഇനി എന്ത് ചെയ്യും? റുവാത്ത് അടക്കം പറഞ്ഞുതരും. എല്ലാം ഇഷ്ടം പോലെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിപ്പോ എന്താണ് സംഭവം എന്നറിയോ? ഇത് ഒരു ഫ്രണ്ട് ലൈനിൽ കുറച്ച് വരികൾ ആദ്യം കൊടുക്കുമല്ലോ, ബോക്സിലിട്ട്. അതാണ് വരും ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. അത്രേ ഇതിനർത്ഥമുള്ളൂ. ഞൊക്കെ റോവി അടക്കം ഇങ്ങനെ പറയും. എഴുതിയെടുക്കാം, എന്നിട്ട് തലമുണ്ടാക്കി നോക്കാം, കുറച്ച് നോക്കണം, കുറച്ച് നോക്കിക്കോളി. അപ്പൊ അപ്പോൾ എന്താണ്? അത് അലവിയത്താണ്. ആ സിറാത്ത് ഇന്ന് നിലനിൽക്കുന്നത് അലവിയത്തിലൂടെയാണ്. അത് ഖിയാമത്ത് നാൾ വരെ അവസാനിക്കൂല. ഏത് അലവിയത്ത് അവസാനിക്കൂല? കാരണം അത് ഇബ്രാഹിമിയത്താണ്. അത് ശുദ്ധമായ ആദമയ്യത്താണ്. എന്ത് ഇബ്രാഹിമിയത്ത്? ശുദ്ധമായ ആദമയ്യത്താണ്. وتوكل على العزيز الرحيم. وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين. പരിശുദ്ധ ഖുർആൻ എന്ന് وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين. സൂറത്ത് അശ്ശുഅറാ 18-19. എന്താ പറഞ്ഞത്? ശുദ്ധമായ മുഹമ്മദിയത്ത് ശുദ്ധമായ ഇബ്രാഹിമിയത്തിന്റെ പരമ്പരയിലാണ്. ശുദ്ധമായ ഇബ്രാഹിമിയത്താകട്ടെ ശുദ്ധമായ ആദമീയത്താണ്. അതിൽ ഒരു പരാജയമില്ല, അതിൽ ശിർക്കില്ല. നമ്മുടെ പരമ്പരയിൽ ശിർക്ക് കയറി വരും. ഈ പരമ്പരയിൽ ആദം നബി മുതൽ എന്തില്ല? ശിർക്കില്ല, ഉണ്ടാവൂല. ചിന്തിക്കണം. വതവക്കൽ നബിയെ തങ്ങൾ പരമേൽപ്പിക്കുക അലൽ അസീസിർ റഹീം, മഹാപ്രതാപിയും മഹാകാരുണ്യവാനുമായ അള്ളാഹുവിന്റെ മേൽ. അല്ലതി എങ്ങനത്തെ റബ്ബാണെന്നറിയോ? യറാക്ക തങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ടവൻ. തഹീന തഖൂമു താങ്കൾ നിസ്കരിക്കുമ്പോൾ താങ്കളെ അള്ളാഹു പറ ശ്രദ്ധിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ആ റബ്ബിൽ പരമേൽപ്പിക്കുക. നിസ്കരിക്കുമ്പോൾ മാത്രമല്ല വതഖല്ലുബക ഫിസ്സാജിദീൻ,
ഫിസ്സാജിദീൻ. സാഷ്ടാംഗം ചെയ്യുന്നവരിലൂടെയായി മാറി മാറി സഞ്ചരിച്ച് അങ്ങ് വന്നുകൊണ്ടിരുന്നപ്പോഴും, അതായത് സാഷ്ടാംഗം ചെയ്യാത്ത ഒരു പരമ്പര ആദമിൽ നിന്ന് അങ്ങ് ഇന്ന് വരെ എത്തിയിട്ടില്ല. മനസ്സിലായില്ല? എങ്ങനെ എന്തായിട്ട്? وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين. അങ്ങ് വരെ ഈ പരമ്പര ശുദ്ധമാണ് എന്ന് അല്ലാഹു. ആദം മുതൽ അലൈഹിസ്സലാം, ആദം മുതൽ അങ്ങ് വരെ ഈ പരമ്പര ഈ പരമ്പര ശുദ്ധമാണ് എന്ന് അല്ലാഹു. താങ്കൾ ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ താങ്കളെ അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ മാത്രമല്ല, വതഖല്ലുബക ഫിസ്സാജിദീൻ, സാഷ്ടാംഗം ചെയ്തിരുന്ന സ്വാലിഹീങ്ങളിലൂടെ മാറി മാറി അങ്ങ് കടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴും. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരെ മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു നൂറ്, ആ ഒരു കുടുംബം, ആ ഒരു നസബ് ആദം നബി മുതൽ മുത്തുനബി വരെയും സ്വാലിഹീങ്ങളിലൂടെ അല്ലാതെ വന്നിട്ടില്ല. വതഖല്ലുബക ഫിസ്സാജിദീൻ. എവിടെ ഉണ്ട് തെളിവ് എന്ന് വെച്ചാൽ നൂറുകണക്കിന് തഫ്സീർ തെളിവ് പറഞ്ഞു തരും. റാസി അടക്കം, കശഫ് അടക്കം, ഇൻഷാ അല്ലാഹ് ഖുർതുബി അടക്കം, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നു കസീർ അടക്കം ഒക്കെ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. അപ്പോൾ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ശുദ്ധമായ ആളുകളിലൂടെ അല്ലാതെ സ്വാലിഹീങ്ങളിലൂടെ അല്ലാതെ മുത്തുനബി വന്നിട്ടില്ല. ഇനി ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇനി കാണേണ്ടതായില്ല. അല്ല, ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി, അഹ്ലി ബൈത്തിൽ നിങ്ങൾ മുഹമ്മദിനെ നിരീക്ഷിക്കുക. ഓഹോ, എവിടെയുണ്ട് മോചനാനി? സ്വഹീഹുൽ ബുഖാരി. മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി, മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ നിങ്ങൾ അഹ്ലി ബൈത്തിൽ സൂക്ഷിക്കുക, നിരീക്ഷിക്കുക. അപ്പോൾ മുഹമ്മദിയത്ത് എന്ന ശുദ്ധമായ അത്തഖല്ലുബക ഫിസ്സാജിദീൻ എന്ന അശുദ്ധമായ തത്ഹീർ ചെയ്യപ്പെട്ട മുഹമ്മദിയത്തെ നിങ്ങൾ എവിടെ നോക്കുക? അഹ്ലി ബൈത്തിൽ നോക്കുക. മുത്ത് മുഹമ്മദ് മുസ്തഫ എന്റെ തുടർച്ചക്കാർ, അഥവാ ദാതൻ വനസബൻ ശറഫിയത്ത്, ഇമാമത്തൻ ഖിലാഫത്തിൽ ഇവിടെ വർത്താനം തന്നെയില്ല. ഒന്നാമത്തെ ഇമാമ, ഒന്നാമത്തെ ഖലീഫയും സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറ, ഉറക്കെ പറ റളിയല്ലാഹു. അതിലിവിടെ തർക്കല്ല. ഈ പറയുന്ന മഹാന്മാരടക്കം വരെ ബഹുമാനിച്ചു. എന്തുകൊണ്ട്? ഇവർക്ക് പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതിന്റെ അർത്ഥം ഒന്നാമത്തെ ഖലീഫ അലി ആരാകണമെന്നല്ല റളിയല്ലാഹു അൻഹു. അത് പറഞ്ഞോ നമ്മൾ പുറത്താക്കി. അതാണ് ഷിയാക്കൾ. അത് വേറെ, ഇത് വേറെ. എന്തിനാ അലി റളിയല്ലാഹു അൻഹുവിന് പള്ളുണ്ടല്ലോ, പള്ളുള്ള ആൾ തന്നെയാണല്ലോ ആര്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. എന്റെ ഈ പള്ളന്റെ ആളാണോ നിങ്ങൾ വിധിക്കാൻ ഏൽപ്പിച്ചെന്നപ്പോ പേടിച്ചിട്ട് പൊന്തിച്ച് ആദാ മൗലായ. ആരുടെ അത് ചെറുതാക്കിയത്? ആദാ മൗലായ, ഇതിന്റെ നേതാവാണ്. ആ സൂപ്പർ പദവി എത്രയായിരിക്കും? ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി പറയാ വേറൊരാളെ പറ്റി, അയാളാണ് എന്റെ നേതാവ് എന്ന് പറഞ്ഞ പദവി എത്രയായിരിക്കും? അതിന്റെ അർത്ഥം പ്രധാനമന്ത്രി മാറിയെന്നല്ലോ, ആണോ? അങ്ങനെ മനസ്സിലാക്കുന്ന വിഡ്ഢികളോട് എന്ത് വർത്താനാ പറയാനുള്ളത്? പ്രധാനമന്ത്രി ആരെന്നെ പറ കുട്ടി, പ്രധാനമന്ത്രി ആരെന്നെ? നരേന്ദ്രമോദി തന്നെ. പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞു എന്ത്? ഇതാണ് എന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചെറിയ വാക്കാണത്. ആ വാക്ക്, ആ ആള് എന്ത് പറഞ്ഞാൽ ഞാൻ അവിടെ മിണ്ടൂല എന്നല്ലേ എന്റെ അർത്ഥം? ആ ആളെ തീരുമാനം എന്റെ തീരുമാനമല്ലേ എന്റെ അർത്ഥം? എന്തുകൊണ്ട്? അത് ശുദ്ധമായ മുഹമ്മദിയത്താണ്. മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലി ബൈത്തിൽ നിങ്ങൾ നിരീക്ഷിക്കുക. അഥവാ അതിന്റെ ബാപ്പയാണ് സയ്യിദുനാ അലി. ഇനി ആരാ അഹ്ലി ബൈത്ത്? ആരാണ് അഹ്ലി ബൈത്ത്? ആരാണ് ഈ അഹ്ലി ബൈത്ത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? ആയിക്കോട്ടെ, ഇനി അഹ്ലി ബൈത്ത് ആരാണെന്ന് നമുക്ക് മൗദൂദി സാഹിബ് പറഞ്ഞോട്ടെ. മൗദൂദി സാഹിബിനെ തന്നെ കൊണ്ടാ ഞാൻ പറഞ്ഞത്. നന്നത്തെ വിവരം നമുക്ക് മൗദൂദി സാഹിബിന് ഇട്ട് കൊടുക്കാം. മൗദൂദി സാഹിബ് തന്നെ പറയട്ടെ, ആരാണ് അഹ്ലു ബൈത്ത് എന്ന് മൗദൂദി സാഹിബ് പറയട്ടെ. മൗദൂദി സാഹിബിന്, അല്ലാമ മൗദൂദി സാഹിബിന്റെ തഫ്ഹീമുൽ ഖുർആൻ 4-ാം വാള്യം ഇതിപ്പോഴും വിറ്റുകൊണ്ടേയിരിക്കുന്നുണ്ട്, പിൻവലിച്ചിട്ടില്ല. അഹ്സാബ് സൂറത്തിലെ
33-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം. അഹ്സാബ് സൂറത്തിലെ 33-ാമത്തെ ആയത്ത് നമ്പർ വ്യാഖ്യാനം, 50-ാം നമ്പർ വ്യാഖ്യാനം. ആ സൂറത്തിലെ 1 നമ്പർ ഇട്ടിട്ട് 50-ാം നമ്പർ വ്യാഖ്യാനത്തിൽ അല്ലാമ മൗദൂദി സാഹിബ് പറയുന്നു, എന്നാൽ അഹ്ലു ബൈത്തിന്റെ വിവക്ഷ പത്നിമാർ മാത്രമാണെന്നും മറ്റാരും അതിൽ ഉൾപ്പെടുകയില്ലെന്നും വല്ലവരും വാദിച്ചാൽ അത് തെറ്റാണ്. എന്ന് മാത്രമല്ല, വീട്ടുകാർ എന്ന വാക്കിൽ ഒരാളുടെ എല്ലാ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ അതും കൂടി ഉൾപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. ഇബ്നു അബി ഹാത്തം നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ അലിയാരെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ മൗദൂദി കൊണ്ടുവരുന്ന ഹദീസ് കണ്ടോളി. അലിയാരെ പറ്റി ആയിഷ ബീവിയോട് ചോദിച്ചു. ഒരു പെണ്ണ് വന്നിട്ട് ചോദിച്ചു. ആരോട്? ആയിഷ ബീവിയോട് ചോദിച്ച്, അലിയാരെ പറ്റി ചോദിച്ചു. ആരാ ഈ ഹദീസ് ഇവിടെ ഉദ്ധരിക്കണ? ആരാ? മൗദൂദി. അല്ലാമ മൗദൂദിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അല്ലാമ മൗദൂദി സാഹിബ് ഇവിടെ പറയുന്നു ഈ ഹദീസ് കൊണ്ടുവരുന്നു. അപ്പോൾ ആയിഷ ബീവി മറുപടി പറഞ്ഞു. ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു. ആരോട്? ആയിഷ ബീവിയോട് ചോദിച്ചു, എന്ത്? അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള സ്വഹാബി ആരായിരുന്നു? അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങളല്ല പറയുന്നത്, അല്ലാമ മൗദൂദി പറയുന്നു. ഞങ്ങൾ ഏതായാലും ലോകം തിരിയാത്ത മൂല്യന്മാരാണല്ലോ. ലോകം തിരിഞ്ഞോല നേതാവ് പറയുന്നു, ആയിഷ ബീവിയോട് ഒരു പെണ്ണ് വന്ന് ചോദിച്ച് അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള സ്വഹാബി ആരായിരുന്നു? അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, തസ്അലുനി അൻ റജുലിൻ കാന മൻ അഹബ്ബ മൻ അഹബ്ബ الناس ഇലാ റസൂലില്ലാഹ്. അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ പുരുഷൻ. കാന അൻ റജുലിൻ കാന മൻ അഹബ്ബു الناس ഇലാ റസൂലില്ലാഹ്. അള്ളാന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ, അള്ളാന്റെ ഹബീബിന് മൻ അഹബ്ബ الناس ഇലാ റസൂലില്ലാഹ്, അള്ളാന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടമുള്ള സ്വഹാബി ആരാണെന്നാണ് നീ എന്നോട് ചോദിച്ചത്. ഇഷ്ടമുള്ള റസൂല്, ഇഷ്ടമുള്ള പുരുഷൻ പെണ്ണാരാന്ന് പിന്നെ പറഞ്ഞുതരാം. ഇഷ്ടമുള്ള പുരുഷൻ ആരാണെന്നാണോ നീ എന്നോട് ചോദിക്കുന്നത് എങ്കിൽ അത് കേട്ടോ. വക്കാനത്ത് തഹ്തഹു ഇബ്നതുഹു, അയാളുടെ കീഴിലായിരുന്നു നബിയുടെ മോള്. കാന അഹബ്ബൻ നാസി ഇലാ റസൂലില്ലാഹ്, പുരുഷന്മാരിൽ അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം അയാളോടായിരുന്നു. ആര്? സയ്യിദുനാ അലി. ആരാണ് ഇത് ഉദ്ധരിക്കുന്നത്? മൗദൂദി. പറഞ്ഞത് അയാൾ വിഷയാണ്. അനന്തരം ആയിഷ ഈ സംഭവം ഈ സ്ത്രീയിൽ കേൾപ്പിച്ചു. എന്നിട്ട് ആയിഷ ബീവി പറഞ്ഞു, തിരുമേനി അലിയെയും ഫാത്തിമയെയും ഹസനെയും ഹുസൈനെയും റളിയല്ലാഹു അൻഹും വിളിപ്പിച്ചു. അവരുടെ മേൽ ഒരു തുണിയിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലു ബൈത്തി, ഇതാണ് എന്റെ അഹ്ലു ബൈത്ത്. മനസ്സിലായില്ല? ഒരു പുറപ്പെട്ട് മൂടി. ആരെയും സയ്യിദുനാ അലിയുൽ മുർത്തള, ഉമ്മുനാ ഫാത്തിമ, സയ്യിദുനാ ഹസനെ, സയ്യിദുനാ ഹുസൈനെ. അനന്തരം ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു പുറപ്പെട്ട് ഈ ആളുകളെ മൂടിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലു ബൈത്തി, റബ്ബേ ഇതാണ് എന്റെ അഹ്ലു ബൈത്ത്. ആര്? വേറെ മക്കളുണ്ട്, പക്ഷേ വിഷയങ്ങളിൽ അഹ്ലു ബൈത്ത് എന്ന് പരാമർശിക്കുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ടവർ ഇവരാണ്. പരമ്പര നിലനിൽക്കേണ്ടത് ഇവരിലൂടെയാണ്. ഹൗലാഇ അഹ്ലു ബൈത്തി എന്ന് എല്ലാ വൃത്തികേടിനെയും ഇവരെ തൊട്ട് നീക്കി കളയണമേ. ഇവരെ ഏറ്റവും നല്ല ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിച്ച പരമ്പരയിലൂടെയാണ് മുത്തുനബി വന്നത്. ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ടാൽ മുത്തുനബിയാണ്. എന്നിട്ട് പറയാ, നിന്റെ പരമ്പര പേരണ്ടവർ ഇവരാണ്, ഇവരെ നീ എക്കാലത്തും ശുദ്ധീകരിക്കണമേ എന്ന് മുത്തുനബി ദുആ ചെയ്തു. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു മുത്തുനബിയോട്, ഞാൻ ഈ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞു, നബിയെ ആ പുതപ്പിന്റെ ഉള്ളിലേക്ക് എന്നെ ഇങ്ങോട്ട് കയറ്റി തരീം. മൗദൂദി പറയുന്നു. ആയിഷ തുടർന്നു, ഇത് കണ്ട് ഞാൻ പറഞ്ഞു, ഞാനും അങ്ങയുടെ അഹ്ലു ബൈത്തിൽ പെട്ടവളാണല്ലോ, എന്നെയും ആ തുണിയിൽ കിടത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുമേനി പറഞ്ഞു, നീ മാറി നിൽക്കുക. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നീ മാറി നിൽക്കുക.
ഈന്റെ ഭാര്യ തന്നെ. പക്ഷെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നതും അള്ളാഹു ഉദ്ദേശിച്ചതും ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങളുടെ നേതൃത്വം വഹിക്കേണ്ട എല്ലാ നിലയിലും അവർ കസേരയിൽ ഇരുന്നാലും ഇരുന്നിട്ടില്ലെങ്കിലും അവരാ നേതാവ്. ബഹുമാനപ്പെട്ട സയ്യിദ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഇപ്പോൾ സമസ്തയുടെ പ്രസിഡന്റ്. അവരുടെ പിതാവ്, മനസ്സിലായോ, ആലിമായ അവരുടെ പിതാവ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ സമസ്തയുടെ പ്രസിഡന്റ് ആരെന്നെ? സമസ്തയുടെ പ്രസിഡന്റ് ആരെന്നെ? ജിഫ്രി തങ്ങൾ തന്നെ. പക്ഷേ ബാപ്പാക്ക് തീരുമാനം ഉണ്ടെങ്കിൽ അതിനെതിരെ തീരുമാനം വരൂല. അത് ബഹുമാനം. അതിനകത്ത് പ്രസിഡന്റ്ഷിപ്പ് മാറ്റി കൊടുത്തതാണോ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി എവിടുന്നായി ഇവര് വരുന്നത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതന്നെ. എന്തുകൊണ്ട്? അല്ലാഹു അവരെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ശുദ്ധമായ മുഹമ്മദിയത്താണ് ആരിൽ വന്നത്? അഹ്ലുൽ ബൈത്ത്. കാരണം മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി, അഹ്ലി ബൈത്തിലൂടെ എന്നെ നിങ്ങൾ നിരീക്ഷിക്കുക. അപ്പൊ മുഹമ്മദിയത്ത് ഇനി ഇതിന് വേറൊരു അർത്ഥമുണ്ട്. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? നിങ്ങൾ ഉഷാറിൽ പറയണം ഇതിന്റെ കൂടെ അല്ലേ? വേഗം കൊടുക്കണ്ടോ ഡോക്ടറെ? പെട്ടെന്ന് വിടി, പെട്ടെന്ന് അതിന്റെ അടുത്തേക്ക് അങ്ങനെ പോയിക്കൂടി, കൊടുക്കേണ്ടവരൊക്കെ കൊടുത്തുപിടി. അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇതിന് വേറൊരു അർത്ഥമുണ്ട്. ഖിയാമത്ത് നാൾ വരെ ലോകത്ത് ദീനിന്റെ അസാസാകുന്ന ശുദ്ധീകരണം, അതാണല്ലോ ദീന്, അല്ലേ? എന്താ ദീന്? ഇലാഹിയായ ശുദ്ധീകരണമാണല്ലോ എന്ത് ദീന്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി പിന്നെ വയുസക്കിഹിം. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. ആയത്ത് കൂടുതൽ ഇറങ്ങിയ ആൾ സയ്യിദുനാ അലി. ഈ കുടുംബവും അലിയാരിലും കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ ആയത്തിറങ്ങിയത്. തെസ്കിയത്തിനാണ് അള്ളാഹു ആരെ ഏൽപ്പിച്ചത്? മുത്തുനബിയെ. മനസ്സിലായില്ല? അള്ളാഹു മുത്തുനബിയെ ഏൽപ്പിച്ചത് എന്തിനാ? ശുദ്ധീകരിക്കാൻ. എന്റെ കുടുംബത്തിൽ എന്നെ പ്രതീക്ഷിക്കുക. ഖിയാമത്ത് നാൾ വരെ ഏറ്റവും വലിയ ശുദ്ധീകരണം ഇവരിലൂടെ നടക്കുള്ളൂ. ഖിയാമത്ത് നാൾ വരെ ശുദ്ധീകരിക്കേണ്ട ആളാരാ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ. ലോകത്തിലെ എല്ലാ ആളുകളെയും ശുദ്ധീകരിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചത് ആരാ? മുത്തറസൂലാണ്. ആ മുത്തറസൂള്ള AD 7-ാം നൂറ്റാണ്ടിൽ തന്നെ എന്തായിട്ടുണ്ട്? മണ്ണിൽ നിന്ന് മറഞ്ഞു. മണ്ണിന്റെ മുൻഭാഗത്ത് നിന്ന് ഹബീബായ റസൂലുള്ള വഫാത്തായി. ഖിയാമത്ത് നാൾ വരെ ഇവിടെ എന്ത് നടക്കണം? ശുദ്ധീകരണം നടക്കണം. ആ ശുദ്ധീകരണം ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി, അത് അവരെ ഏൽപ്പിച്ചു. അത് അവര് വഴിയാണ്. അതാരാണെങ്കിൽ ഇവരെ തഹത്തിലായിരിക്കും. എത്ര വലിയ ഫഖീഹായിട്ടും കാര്യമില്ല. ലോകം കണ്ട ഫഖീഹായിരുന്നു കുട്ടി സയ്യിദുനാ ഇമാമുന ശാഫിഈ. അത്ര ഫഖീഹോ മുഹദ്ദിസത്തോ അല്ലല്ലോ നഫീസത്തുൽ മിസ്രിയ. എന്നിട്ട് ആ വീട്ടിന്റെ മുന്നിലെ ചായ്പിൽ പോയി കിടക്കും ആര്? ഇമാമുന ശാഫിഈ. ലോകം കണ്ട ഫഖീഹാണ് ആര്? ഇമാമുന ശാഫിഈ. അതിന്റെ ഉശിറും മിഅ്ശാറ് 1000-ൽ ഒരു അംശം പോലും ഫിഖ്ഹോ നിയമമോ ഹദീസോ അറിയൂല ആർക്ക്? നഫീസത്തുൽ മിസ്രിയ. പക്ഷേ ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ മുന്നിലെ ചായ്പിൽ പോയി ഇരിക്കുമായിരുന്നു മഹാനായ ഇമാമുന ശാഫിഈ. എന്തേ? ആ വീട്ടിന്റെ ഉള്ളിൽ ഒരാളുണ്ട്. അതാരാ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അലവിയത്തിന്റെ 1-ാം പ്രതിനിധി സയ്യിദുനാ ഹസൻ. ഹസന്റെ പേരക്കുട്ടി ഹസനുൽ താനി. ഹസനുൽ താനിയുടെ മകളാണ് ആര്? നഫീസത്തുൽ മിസ്രിയ. ഫഖീഹ് ഇമാം ശാഫിഈ തന്നെ. മുഫസ്സിർ പറ ഇമാം ശാഫിഈ തന്നെ. മുഹദ്ദിസ് ഇമാം ശാഫിഈ തന്നെ. പക്ഷേ ലാതൻ വ നസബൻ ശറഫ് ആർക്കാണ്? നഫീസത്തുൽ മിസ്രിയ. ഇതിന് തിരിച്ചറിവ് എന്ന് പറയും. അവിടെ വന്നാലേ ഇവർക്കും ചാർജ് കയറുള്ളൂ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. തസ്കിയത്ത് അവരിലൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് തസ്കിയത്തിന് വേണ്ടി വഹാബി അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും എവിടുന്നെങ്കിലും തൗഫീഖുള്ള കാലത്ത് നീ അംഗീകരിക്കേണ്ടി വരും. അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞുതരാം. എന്ത്? തസ്കിയത്തിന് വേണ്ടി ലോകത്ത് വന്ന ഒരു ത്വരീഖാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അലവിയത്താണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയാണ് ആര്? സയ്യിദുനാ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പോൾ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന ഇബ്രാഹിമിയത്ത് ദാഅത്തൻ വ നസഫൻ ഹബീബിൽ ഒരുമിച്ച് കൂടി. ഹബീബിൽ നിന്ന് സയ്യിദുനാ അലി വഴിയായി ദാഅത്തൻ വ നസഫൻ. അത് നീങ്ങിയ ആളാണ് ആര്? കിട്ടിയ ആളാണ് ആര്? അബ്ദുൽ ഖാദിർ ജീലാനി. അവരാണ് ഖാദിരിയത്തിന്റെ നേതാവ് റളിയല്ലാഹു അൻഹു. രാജാവല്ല. പക്ഷേ ഏത് രാജാവും നന്നാകണമെങ്കിൽ അവരെ കാലിലോട്ട് പോകണം.
കിരീടം വെച്ചു കൊടുക്കണതാണോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലേ? കിരീടം രാജാവിന്റെ തലയിലാണെങ്കിലും രാജാവിന് ശുദ്ധീകരണം നടക്കണമെങ്കിൽ, ആത്മീയ ശുദ്ധീകരണം നടക്കണമെങ്കിൽ ഹബീബ് ഏൽപ്പിച്ച വഴിയിലെത്തണം. ഖാദിരിയത്ത് അലവിയത്താണ്, അലവിയത്ത് മുഹമ്മദിയത്താണ്. മനസ്സിലായില്ലേ? അടുത്തൊരു വഴിയാണ് ഏത്? റിഫായിയത്ത്. ആരാ റിഫായി? ആരാ? അലവിയത്ത്. മുഹമ്മദൻ തിരിച്ചറിയും. മൂള വെള്ളം വേണം അതിന്റെ ഉള്ളില്. എതിര് പറഞ്ഞ ഇരുത്തൊടാമത്തുള്ള ആണുങ്ങളുണ്ടെങ്കിൽ എതിര് പറയും ഇരുത്തൊടാമത്തുള്ള. അതന്നെയാ റിഫായിയത്ത്, അത് തന്നെയാ ചിശ്തിയത്ത്. ആരാ ഖാജ? അലവിയത്ത്. ചിശ്തിയത്തുണ്ടാ? അലവിയത്തുണ്ടാ? മുഹമ്മദിയത്ത്. അന്ത മിന്നി വാന മിൻക. ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി. ശുദ്ധീകരണത്തിന്റെ എന്തിനാ ദീൻ വന്നത്? ശുദ്ധീകരണത്തിന്റെ വേറൊരു വഴിയാണ് ഷാദുലിയത്ത്. ഷാദുലിയത്തുണ്ടാ? അലവിയത്തുണ്ടാ? മുഹമ്മദിയത്തുണ്ടാ? ഇബ്രാഹിമിയത്തുണ്ടാ? ഇസ്തിബാഖിന ആദമിയത്ത്. തലച്ചോറോളം അത് അങ്ങാടി പോയിട്ട് പോത്തിന്റെ ചോറ് വാങ്ങി തിന്നിട്ട് കാര്യമല്ല, പടച്ചോണ്ട് തരണം. വേറൊരു വഴിയേതാ? ബദവിയത്ത്. ആരാ ബദവിയത്തിന്റെ നേതാവ്? അഹ്മദുൽ ബദവി. അവരാരാ? അലവിയത്ത്. അലി ബിൻ അബി ത്വാലിബിന്റെ കുട്ടി, അഥവാ അലവിയത്ത് എന്നാൽ മുഹമ്മദിയത്ത്. ശുദ്ധീകരിക്കാൻ വേണ്ടി ലോകത്ത് വന്നൊരു വഴിയാണ് ഏത്? പറ, ഏത്? അഹമ്മദിയത്ത്. ബദവിയത്ത് ആരിലൂടെ വന്നു? അഹ്മദുൽ ബദവി. ശുദ്ധീകരിക്കാൻ വേണ്ടി വേറെ വന്ന വഴിയാണ് ബാലവിയത്ത്. ഏതാ ബാലികത്തിന്റെ അടിസ്ഥാനം? അലവിയത്തിന്റെ അടിസ്ഥാനം മുഹമ്മദിയത്തിന്റെ അടിസ്ഥാനം ശുദ്ധമായ ഇബ്രാഹിമിയത്ത്, ശുദ്ധമായ ആദമിയത്ത്. എന്തിനാ ദീൻ വന്ന്? ശുദ്ധീകരിക്കാൻ. തന്നെ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അത് തള്ളുന്നവർക്ക് അത് കേറൂല തലേക്ക്. അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ ആയിരുന്നു ധരിക്കാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധരിക്കാണ്. ഏത് ഹദീസ്? ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി. അതായത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ധരിക്കുക? അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി ധരിക്കുക. നിങ്ങൾ എന്നിൽ ആരിലൂടെ കണ്ടോളി? എന്റെ കുട്ടികളിലൂടെ കണ്ടോളി. ഞാൻ എന്തിനാണ് വന്നത്? ശുദ്ധീകരിക്കാൻ. അപ്പൊ ഏത് കാലത്തും അവരടുത്തെത്തണം, തിരിയണം. ഞാനൊരു റിജാൽ വഹും റിജാൽ എന്ന് പറഞ്ഞവർക്ക് അത് തിരിയൂല. വേറൊരു വഴിവാണ് തിജാനിയത്ത്. എന്താ? അലവിയത്ത്. ബഹുമാനപ്പെട്ട സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. അവരാരാ? അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാ, അഥവാ അലവിയത്താണ് തിജാനിയത്ത്. അലവിയത്ത് മുഹമ്മദിയത്ത് ഇബ്രാഹിമിയത്ത് ശുദ്ധീകരിക്കപ്പെട്ട ആദമിയത്താണ്. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ശുദ്ധീകരണത്തിന്റെ നേതൃത്വം ദസൂഖിയത്ത്. ശുദ്ധീകരിക്കുന്ന ഒരു വഴിയാണ് ദസൂഖിയത്ത്. ഏതാ ഈ ദസൂഖിയത്ത്? എന്താ? മഹാനായ ഇബ്രാഹിം ദസൂഖി. പറ, ഇബ്രാഹിം ദസൂഖി ആരാ? അലവിയത്ത്. ദസൂഖിയത്ത് അലവിയത്താണ്. കാരണം ഇബ്രാഹിം ദസൂഖി ആരെ പേരെ കുട്ടിയാ? സയ്യിദുന അലി. അഥവാ അലവിയത്ത് എന്നാൽ മുഹമ്മദിയത്ത് എന്നാൽ ഇബ്രാഹിമിയത്ത് എന്നാൽ ആദമിയത്ത്. ഈ ഞാനും ചാടിയാൽ ഒരു പരിധിയുണ്ട്. കുനിയൻ ചാടിയാൽ പറ, കൊഞ്ച് ചാടിയാൽ ചട്ടിയോളം, ചാടിയാൽ ആകാശത്തിനപ്പുറത്ത് കുഞ്ഞോടും. കുല്ലുൻ അന വഅലി മിൻ ശജറത്തിൻ വാഹിദ. ഞാനും അലിയും ഒരു മരത്തിൽ നിന്നാണ്. മരോ അസ്ലുഹാ സാബിത്തുൻ ഫറുഹാ ഫിസ്സമാ. നമ്മളെ മരം പോലെയല്ല വേറെ മരണം. വേറുള്ളവരൊക്കെ വേറെ മരങ്ങളിൽ നിന്നാണ്. ഞാനും അലയും ഒരു മരത്തിൽ നിന്നാണ്. തിരിയാണെങ്കിൽ തിരിഞ്ഞോ, നന്നാണ് എന്നായിക്കോ. എന്നോട് ദേഷ്യം പിടിച്ചിട്ട് നന്നാകാതിരിക്കണ്ട. അല്ല, ഇതിനാണ് പടച്ചോ എനിക്ക് നാവ് വന്നത്. അതൊന്നും ആരും വിളയാടണ്ട. നിങ്ങളെ ഇരുത്തേണ്ടടുത്ത് ഞാൻ ഇരുത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതെന്ത് നമ്മളെ വൽപ്പത്തരല്ല.
വലിപ്പത്തിലല്ലല്ലോ. മാണിക്കം വെക്കണോന് നിന്റെ സാധനത്തിലാണ് വലിയ വില എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഓളോ ബ്രിക്സും വെക്കാണ്. മനസ്സിലായി? ഒരുത്തൻ ഓളോ ബ്രിക്സ് വെക്കുക, ഒരുത്തൻ ചെങ്കല്ലും വെക്കുക, ഒരുത്തൻ മാണിക്കക്കല്ലും വെക്കുക. മൂന്നിന്റെ പേരും കല്ലിനാ. പക്ഷെ മാണിക്കക്കല്ല് വെക്കണോ എന്ത് പറഞ്ഞ് നമ്മളാണ് മുതല് എന്ന് പറഞ്ഞു. അത് കിബറാണോ? പറ കുട്ടി, നമ്മളതാണ് മുതല് പറഞ്ഞു. ആര്? മാണിക്കക്കല്ല് വെക്കണം പറഞ്ഞാൽ അപ്പഴതാണ് മുതല് എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ആഴ്ച ആരെങ്കിലും സോഷ്യൽ മീഡിയ പറയാ കിബർ കണ്ടില്ലേ, എടാ മാണിക്കം വെക്കണോ പറയടാ. എന്റെ കയ്യിലുള്ളത് വിലയുള്ളതാണ്, എന്റെ കയ്യിലുള്ളവരാണ്. മാണിക്കല്ല് വെക്കണ ചെങ്കല്ലല്ല, ഓളോ ബ്രിക്സും അല്ല, പിന്നെ വെക്കണെന്താ? മാണിക്കം. ഈരട്ടും ആ ഓഫീസിലൊക്കെ ബുദ്ധി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് സുന്നിയായിക്കോ, എന്നാ നിനക്ക് രക്ഷപ്പെടാം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് തന്നെയാണ്, ആ വഴി തന്നെയാണ്. അതാണ് മനസ്സിലായോ? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ഫാത്തിഹയിൽ പറഞ്ഞ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ ത്വരീഖു അലിയാണ്. ത്വരീഖു അലി ത്വരീഖു മുഹമ്മദാണ്. ത്വരീഖു മുഹമ്മദ് ത്വരീഖു ഇബ്രാഹിമാണ്. ത്വരീഖു ഇബ്രാഹിം ത്വരീഖു ആദം ശുദ്ധമായ വഴിയാണ്. നിങ്ങൾ എന്റെ കൂടെ അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ ത്വരീഖു അലിയാണ്. റളിയല്ലാഹു അൻഹു പറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മാഈലി മക്കളിൽ കിനാനയെ ശ്രേഷ്ഠപ്പെടുത്തി മുത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തെ പടച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ കൂട്ടത്തിൽ ഇസ്മാഈലി കുടുംബത്തെ പ്രത്യേകതപ്പെടുത്തി. ഇസ്മാഈൽ കുടുംബത്തിൽ അല്ലാഹു കിനാനയെ പ്രത്യേകതപ്പെടുത്തി. കിനാനയിൽ നിന്ന് ഖുറൈശിനെ പ്രത്യേകതപ്പെടുത്തി. ഖുറൈശിൽ നിന്ന് അല്ലാഹു തആല ബനി ഹാഷിമിനെ പ്രത്യേകപ്പെടുത്തി. ബനി ഹാഷിമിൽ നിന്ന് അല്ലാഹു തആല എന്നെ പ്രത്യേകതപ്പെടുത്തി. എന്നിൽ നിന്നുണ്ടായതാണ് ആര്? അലി. ഒറ്റ നൂറാണത്. ഒന്ന്. രണ്ടാമത്തത് ഒന്നാന്ന് അറിയാൻ കാരണം എന്താ? ഇന്നല്ലാഹ ജഅല ദുർരിയത കുല്ലി നബിയ്യിൻ മിൻ സുൽബിഹി വജഅല ദുർരിയതി മിൻ സുൽബി അലി. എല്ലാ നബിമാരുടെയും പരമ്പരകൾ ആ നബിയുടെ മുതുകിൽ നിന്നാണെങ്കിൽ എന്റെ പരമ്പര ഈ അലിയുടെ മുതുകിൽ നിന്നാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇന്നല്ലാഹ ജഅല ദുർരിയത കുല്ലി നബിയ്യിൻ മിൻ സുൽബിഹി വജഅല ദുർരിയതി മിൻ സുൽബി അലി. പറ, വജഅല ദുർരിയതി മിൻ സുൽബി അലി. ഏറ്റവും നല്ല പരമ്പരയാണ് എന്റെ പരമ്പര. അല്ലാഹു തആല മനുഷ്യ കുലത്തിൽ ഇസ്മാഈലി കുടുംബത്തെ പ്രത്യേകതപ്പെടുത്തി. ഇസ്മാഈലി കുടുംബത്തിൽ നിന്ന് കിനാനയെ പ്രത്യേകതപ്പെടുത്തി. കിനാനയിൽ നിന്ന് ഖുറൈശിനെ പ്രത്യേകതപ്പെടുത്തി. ഖുറൈശിൽ നിന്ന് ബനു ഹാഷിമിനെ പ്രത്യേകതപ്പെടുത്തി. ബനു ഹാഷിമിൽ നിന്ന് വസ്തഫനി മിൻ ബനി ഹാഷിം. ബനു ഹാഷിമിൽ നിന്ന് എന്നെ പ്രത്യേകപ്പെടുത്തി. അപ്പോൾ പ്രത്യേകക്കാരിൽ ഏറ്റവും പ്രത്യേകക്കാരനാണ് ഞാനും ഈ അലിയും ഒരു മരത്തുനിന്ന് വന്നതാണ്. ഞാനും അലിയും, അലി എന്നിൽ നിന്നുമാണ്, ഞാൻ അലിയിൽ നിന്നുമാണ്. അലിയുടെ മക്കളിലൂടെ എന്നെ നിങ്ങൾ കണ്ടോളി. അപ്പോൾ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിന്റെ മാർഗം ആരുടെ മാർഗമാണ്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ, സയ്യിദുനാ അലി റളിയല്ലാഹു. തലച്ചോറിൽ വെള്ളമുള്ളവർക്കൊക്കെ മനസ്സിലാക്കുക. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ തന്നെയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ എന്തിനും ആരെ മുന്തിക്കുന്നത്? പറയാം, നമ്മൾ ആരെ മുന്തിക്കും? അഹ്ലുൽ ബൈത്ത് മുന്തിക്കും. എന്തുകൊണ്ട്? സംഗതി മൂല്യരും മുഫ്തിയൊക്കെ നമ്മളായിരിക്കാം. നമ്മൾ മൂല്യരാകാം, ഖാദിയരാകാം, മുഫ്തിയാകാം, എന്തു ആകാം. പക്ഷേ അവരുടെ സ്ഥാനം ആർക്കും ഇല്ല. കാരണം അള്ളാഹു പ്രത്യേകക്കാരനായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്ന് ഒരു ഷജറത്തിൽ വന്ന ആളാണ് സയ്യിദുനാ അലി. മാത്രമല്ല, എന്റെ കുട്ടികൾ അതിലൂടെ വരുന്നു, അലിയിലൂടെ മുത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. അവരെ സ്നേഹിക്കൽ നിർബന്ധം, വാജിബുൻ അലൈന. അവരെ സ്നേഹിക്കൽ നമുക്ക് നിർബന്ധാണ്. ഇപ്പൊ അജാസിനെ എനിക്ക് സ്നേഹിക്കൽ നിർബന്ധമുണ്ടോ? സ്നേഹിക്കും ചെയ്യാം, സ്നേഹിക്കാതിരിക്കും ചെയ്യാം. എന്നാ അവരെ സ്നേഹിക്കൽ നിർബന്ധാണ്. ഹബീബായ റസൂലുള്ളാഹിന്റെ പേരമക്കളെ സ്നേഹിക്കൽ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധാണ്. വാജിബുൻ അലൈന, ഫർളുൻ അലൈന, വാജിബുൻ അലൈന. ആര് പറഞ്ഞു? ഇമാം ഷാഫിഈ. അതിനേക്കാൾ വലിയ ഒരാൾ ഉണ്ടായിട്ടില്ല. ആരൊക്കെ പറഞ്ഞു? എല്ലാവരും പറഞ്ഞു. ഒരാൾ ഇമാം ഷാഫിഈ. പറ, റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലുൽ ബൈത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഈ പറയും പോലെ കുറച്ച് ആളുകൾ പറഞ്ഞു ഷാഫി ഇമാം ഷിയാണ്. ഈ ഷിയാനെ പറ്റി നിങ്ങൾ ബേജാറാണ്ട. കഴിഞ്ഞു പോയ ആളുകൾക്കൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ദേശം തിരിയാൻ തുടങ്ങിയ വേഗം പറയാം എന്ത് ഷിയാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അത് പിന്നെ അതാണല്ലോ നല്ലത്. വേഗം പറയാം എന്ത് ഷിയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അഹ്ലുൽ ബൈത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പറ്റി ആളുകൾ എന്താക്കി?
ഷിയാണ്. അപ്പൊ ഷാഫി മാവർ പറഞ്ഞു, അഹ്ലുബൈത്തിനെ സ്നേഹിച്ചാൽ ഷിയ ആളുകയാണെങ്കിൽ ഞാനും ഷിയ തന്നെയാണ്, നിങ്ങൾ പണി നോക്കിക്കൊള്ളി എന്ന് പറഞ്ഞു. അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നവരൊക്കെ ഷിയ ആകുകയാണെങ്കിൽ ഞാനും ആരെന്നെ ആ ഷിയാണ് തന്നെയാണ്. എനിക്ക് അഹ്ലുബൈത്തിനെ സ്നേഹിക്കാൻ കഴിയില്ല, അത് വാജിബുൻ അലൈന. അഹ്ലുബൈത്തിനെ സ്നേഹിക്കൽ എനിക്ക് നിർബന്ധമാണ്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അത് തന്നെയാണത്. അപ്പോൾ സിറാത്തുല്ലദീന അതുകൊണ്ടാണ് ഈ സിറാത്തുല്ലദീന അൻഅംത അലൈഹിന്റെ തലവനായത് കൊണ്ടാണ് ഈ ഖുർആനിൽ ഏറ്റവും ആയത്തിന്റെ സബബുൻ നുസൂൽ ആരിൽ വരാൻ കാരണം സയ്യിദുന അലി. മുത്ത് റസൂലുള്ളാഹിന്റെ വായിലൂടെ ഏറ്റവും ഫളൽ വരാൻ കാരണം ആര്? സയ്യിദുന അലി. ഇനി അവസാനത്തെ ഇമാമാരാ സയ്യിദുന അലി. എത്രയും തുള്ളിയിട്ട് കാര്യമില്ല, തുള്ളാൻ ഒരു ആൺകുട്ടി പുറപ്പെടും. ജനിക്കും എന്നല്ല റസൂൽ പറഞ്ഞു, പുറപ്പെടും. ളുഹൂറുൽ മഹ്ദി, മഹ്ദി പ്രത്യക്ഷപ്പെടും. ജനിക്കും എന്നല്ല, എന്താ റസൂൽ പറഞ്ഞു? പ്രത്യക്ഷപ്പെടും. എന്ന് ജനിച്ചു അറിയില്ല, പക്ഷെ എന്താവും? പ്രത്യക്ഷപ്പെടും. ഏറ്റവും വലിയ മുസ്ലിമീങ്ങൾ എല്ലാവരും ചവിട്ടി അരക്കപ്പെടുമ്പോൾ ഇവിടെ കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ, ഒരാൾക്കൊരു ചുക്കും കഴിയൂല അലിയാരെ പേരക്കുട്ടി വരാതെ. വേറെ പരമ്പരണ്ടാവും, ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അലിയാരെ പേരക്കുട്ടി വന്നാലോ, അലിയാരെ പേരക്കുട്ടി വന്നാല് പൂച്ചയുടെ മുന്നിൽ എലി പെട്ടതുപോലെയാവും. ആരെ പേരക്കുട്ടി വരണം? പറ, ആരെ പേരക്കുട്ടി വരണം? അലിയാരെ പേരക്കുട്ടി വരണം. അലിയാരെ പേരക്കുട്ടി വന്നാൽ എല്ലാ അക്രമികളും മാളത്തിൽ ഒളിക്കും, കല്ലും മരവും സംസാരിക്കും. അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ നേതൃത്വം യഹൂദികളെ കയ്യിലായിരിക്കും. അലിയാരെ പേരക്കുട്ടി പ്രത്യക്ഷപ്പെട്ടാൽ കല്ല് പറയും. അലിയാരെ പേരക്കുട്ടി നടന്നു പോകുമ്പോൾ കല്ല് പറയും, യാ ഇമാമേ, ഇമാമേ വറായി യഹൂദി, എന്റെ ബാക്കിൽ യഹൂദി ഒളിച്ചു നിൽക്കുന്നുണ്ട്. ആര് പറയും? ആര് പറയും? എവിടെന്റെ ഹദീസ് പഠിച്ചോ? സിഹാവുസിത്തെ നിറച്ചുണ്ട്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരം പറയും, ഇമാമേ എന്റെ ബാക്കിലൊരു നാട്ടിലുള്ള കുഴപ്പം മുഴുവൻ ആരുണ്ടാക്കും? യഹൂദികൾ. അപ്പോൾ ആര് പ്രത്യക്ഷപ്പെടും? ഇവിടെ വലിയ കോത്താമികളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു ചുക്കു ചെയ്യാൻ കഴിയൂല. ആര് വരുന്നത് വരെ? അലിയാരെ പേരക്കുട്ടി വരുന്നത് വരെ. മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലത്തി ഹസൻ, എന്റെ ഒരു പേരക്കുട്ടിൻ പ്രത്യക്ഷപ്പെടും. മിൻ ഔലാദി ഫാത്തിമ, ഫാത്തിമയുടെ മക്കളിൽപ്പെട്ട. ഫാത്തിമ ആരാ? ഫാത്തിമ ബുദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. അലി എന്നിൽ നിന്നാണ്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. അപ്പൊ അവർ രണ്ടിലാണ് കൂട്ടിയതാണ് ഹസൻ, അത് ഒറിജിനലാണ്. ഹുസൈൻ ഒറിജിനലാ. രണ്ടും എന്നിൽ നിന്നാ. നിങ്ങൾ ഇവിടെ ഇല്ല. എവിടെ ഉണ്ട് ഹദീസ്? ബുഖാരിയിലുണ്ട്. ഒക്കെ ഞാനാ. മനസ്സിലായില്ല? ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണ, ഫാത്തിമ ബുദ്അത്തും മിന്നി. എവിടെ ഉണ്ട് ഹദീസ്? ബുഖാരിയിലുണ്ട്. അന്ത മിന്നി, നീ എന്നിൽ നിന്നും ഞാൻ നീ നിന്ന്. അപ്പൊ അലിയും ആരിൽ നിന്നാ? റസൂലിൽ നിന്നാണ്. മനസ്സിലായോ പറഞ്ഞത്? ഫാത്തിമയും ആരിൽ നിന്നാണ്? എത്രയൊക്കെ അർത്ഥം വെച്ച് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ അങ്ങനെയല്ലേ മുത്തുനബി പറഞ്ഞത്? അത് രണ്ടും മേളിച്ച കുട്ടിയാണ് ആര്? ഒന്നാം മോനാണ് ആര്? സയ്യിദുന ഹസൻ. ആ ഹസൻ ആദ്യത്തെ ബീജം അലിയാരെന്ന റസൂലുള്ളാഹിയുടെ ഷജറത്തിൽ വന്ന ഒരു ഷജറത്തായ ഒരു റസൂലുള്ളാഹിയുടെ അതേ ഷജറത്തിൽ നിന്ന് വന്ന സയ്യിദുന അലി റളിയല്ലാഹുവിൽ നിന്ന് ആദ്യം ഫാത്തിമ ബീബി എന്ന റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണത്തിന്റെ ഗർഭകുട്ടിയാണ് ആര്? സയ്യിദുന ഹസന്. ആ ആൺകുട്ടിയുടെ പേരക്കുട്ടിന് വെളിവാകും അലവിയത്ത്, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അന്നത്തെ മുഅ്മിനീങ്ങൾ മഹ്ദി ഇമാമിനെ സ്വീകരിക്കുന്നവരായിരിക്കും, അല്ലാത്ത മുനാഫിഖായിരിക്കും. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നാൽ ത്വരീഖ് അലി തന്നെയാണ്. അത് അവസാന ദിവസം ആരാണ്? ത്വരീഖ് അലിയാണ്. കാരണം അന്നത്തെ മുഅ്മിനും മുനാഫിഖും ആരായിരിക്കും? അലിയാരെ പേരക്കുട്ടിയെ സ്വീകരിച്ചവരും മുഅ്മിനായിരിക്കും, സ്വീകരിക്കാത്തവരും സ്വീകരിക്കാന്ന് പറയും കുറച്ച് ആളുകൾ. എന്നിട്ട് പിന്നെ യുദ്ധത്തിന് പോകുമ്പോ ചതിക്കും. ലാ യതൂബുല്ലാഹു അലൈഹിം അബദാൻ. അലിയാരെ പേരക്കുട്ടിനെ വഞ്ചിച്ച ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല തൗബ പുറത്തു കൊടുക്കൂല, സ്വീകരിക്കൂല. നമ്മൾ രണ്ട് കാര്യത്തിലെ തൗബ സ്വീകരിക്കാത്ത കേട്ടിട്ടുള്ളൂ. ഒന്ന്, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക. രണ്ട്, തൊണ്ടക്കുഴിയിൽ എത്തുക. ഇനി മൂന്നാമത്തെ ഒന്നുകൂടി കേട്ടോ, അലിയാരെ പേരക്കുട്ടിയെ ചതിക്കുക. അലിയാരെ പേരക്കുട്ടിയെ ചതിക്കുക. കാരണം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം അവരാണ്. പിന്നെ അവരോട് പിമ്പറ്റി നിൽക്കുന്നവരൊക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായോ? പറഞ്ഞു ഇതിലെന്താ പ്രശ്നമുള്ളത്? മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലത്തി ഹസൻ, ഹസൻ വഴിയുള്ള
മകന്റെ പേരക്കുട്ടി പ്രത്യക്ഷമാവും. അഥവാ അലവിയത്ത്. അലവിയത്ത് ശുദ്ധമായ മുഹമ്മദിയത്ത്. ഖിയാമത്ത് നാൾ വരെ പണിയെടുക്കേണ്ട റസൂലുള്ളാഹിന്റെ ഉത്തരവാദിത്തം. ആ പണിയിലെ മെയിൻ പണി മുഴുവനും ആര് വഴിയാണ് വരിക? അലവി. പറ കുട്ടി, ആ പണി മുഴുവനും ആരിലൂടെയാ വരിക? അലവിയത്ത് വഴി. ഇപ്പൊ നമുക്കിവിടെ വലുപ്പത്തരം സമസ്തയല്ലേ, ഇത് അലവിയത്തല്ലേ? അതല്ലാത്തവരൊക്കെ വിമർശിക്കുമല്ലോ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പറ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമുക്കിവിടെ മാർഗം ഉണ്ടല്ലോ. ഏതാ മാർഗം? പറ കുട്ടി, നമ്മളെ മാർഗം ഏതാ? സമസ്ത. എന്താ ഈ സമസ്ത അലവിയത്തല്ലേ? സമസ്ത അലവിയത്തല്ലേ? ആരെ പേരെ കുട്ടി ഉണ്ടാക്കിയതാ? വരക്കൽ അലവി മുന്നോക്കം. അത് അലവിയത്താണല്ലോ. ഇതിന്റെ കൊടി ആ അലവിയത്തിന്റെ പേരക്കുട്ടി അന്ന് പറഞ്ഞ എന്താ? ഇതിന്റെ അവസാനത്തെ കണ്ണി അലവിയത്തെ തന്നെ ഏൽപ്പിക്കുന്നു മഹദി ഇമാമിൽ. മനസ്സിലായോ പറഞ്ഞത്? അത് അലവിയത്തല്ലേ? അപ്പൊ എന്റെ വൽപ്പത്തരം, നമ്മളെ വൽപ്പത്തരം വിവരമുള്ള ഒരു അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ടല്ലോ. എന്ത് ജയിക്കാൻ കഴിയത്ത്? മനസ്സിലായില്ല. നമ്മളെന്താ ജയിക്കണേ? നമ്മളെ വൽപ്പത്തരല്ല, അലവിയത്തിന്റെ വൽപ്പത്തരാണ്. നമ്മളെ വലിപ്പത്തരം നമ്മുടെ വലിപ്പത്തരല്ല. എന്തിന്റെ വലിപ്പത്തരാണ്? അലവിയത്തിന്റെ വലിപ്പത്തരമാണ്. സമസ്ത അലവിയത്താണല്ലോ. വേറെയുള്ളവർ എത്ര അധ്വാനിച്ചാലും കോടിക്കണക്കിന് റുപ്യ ചെലവാക്കേണ്ട ഒരു മതപ്രബോധനത്തിന് വിദേഹത്തിന്റെ കക്ഷികൾ, എന്നിട്ടും സമുദായത്തിന്റെ പ്ലാറ്റ്ഫോം കയറാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഇവിടെ നേതൃത്വം ആരുടെ കയ്യിലാണ്? അലവിയത്ത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. മനസ്സിലായില്ലേ? ഒക്കെ അങ്ങനെ തന്നെയല്ലേ? എല്ലാ നാട്ടിലും അങ്ങനെയല്ലേ? ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നേതാക്കന്മാരാരാ? അലവിയത്ത്. ഏഷ്യയിലെ ഏറ്റവും വലിയ നേതാക്കന്മാരാരാ? അലവിയത്ത്. ഒക്കെ അലവിയത്ത്. മനസ്സിലായില്ല? അഹ്ലു ബൈത്തിന്റെ നേതൃത്വമാണ് ഇന്ന് ഭൂമിയിൽ മുഴുവൻ ലോകത്തുള്ളത്. എവിടെയും. ഇനി അവർ വെളിവാവില്ല നിങ്ങൾ വിചാരിക്കേണ്ട. വേറുള്ള ഒരു തുള്ളിയിട്ട് കാര്യമല്ല. അലവിയത്തിൽ ആൺകുട്ടികൾ ഇറങ്ങും. അന്ന് ഇത് അവസാനിക്കുകയും ചെയ്യും. അന്ന് മുസ്ലിമിനെ ഈ നിസാരപ്പെടുത്തലാണ്ട് അവസാനിക്കും. അവരെ മേൽ എണീറ്റ് നിൽക്കാൻ ലോകത്തൊരാൾക്ക് കഴിയൂല. അതുകൊണ്ടാണ് മുത്തു മുഹമ്മദ് മുസ്തഫ ഖൈബർ, ബദറും ഖൈബറും തമ്മിൽ വ്യത്യാസം എന്താ? ബദർ ജനകീയ വിപ്ലവ, ഖൈബർ ഇൻഡിവിജ്വൽ വിപ്ലവ. ആളുകളുണ്ടെങ്കിലും ഒരാളെ പുരസ്കരിച്ചാണ് വിജയം. അലവിയത. നാളെ രാവിലെ ഞാൻ ഒരാളെ കയ്യിൽ കൊടി കൊടുക്കും. അയാൾ ഖൈബർ ഫതഹാക്കി കൊണ്ടുവരും. എന്താ ഖൈബറും ബദറും തമ്മിൽ വ്യത്യാസം? ബദറിലെ ശത്രു തീർന്നിട്ടുണ്ട്, ഖൈബറിലെ ശത്രു തീരൂല. എന്നുണ്ടോ? ബദറിലെ അബൂജഹൽ പൊട്ടൻ, ഉത്ബത്ത് പൊട്ടൻ, ഷൈബത്ത് പൊട്ടൻ, വലീദ് പൊട്ടൻ, ഇവരൊക്കെയാണ് ഇതിൽ വന്നത് ബദറിൽ. നേരെ മറിച്ച് അവസാനിക്കാത്ത ശത്രുവാണ് ഇസ്രായേലിയത്ത്. അതാണടാ മരിക്കാത്ത ശത്രുവിനെ പറ്റിയ ഫാത്തിഹയിൽ പറഞ്ഞേ മഗ്ദൂബി അലൈഹിം വല്ലീൻ. അതാരാ? ഇസ്രായേലിയത്ത്. അതിനെ ജയിക്കാൻ വേണ്ടി കൊടി കൊടുത്തത് ആരെ കയ്യിലാ? അലവിയത്ത്. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഇതിനാണ് ആൺകുട്ടിയാണെന്ന് പറഞ്ഞത്. നിനക്ക് പറഞ്ഞത് മനസ്സിലായോ? കൃത്യാണ്. ഇന്നോട് അസൂയപ്പെട്ടിട്ട് കാര്യല്ല. ഇത് എന്റെ റബ്ബിൽ നിന്ന് എന്റെ ആത്മാർത്ഥമായ ശ്രമത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും മഹാന്മാരെ വചനങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണ്. ഇതിന് എതിര് പറയാൻ കഴിയില്ല. ഞാൻ പിന്നാന്ന് പറയാം. ബഹുമാനപ്പെട്ട നിക്ക് ബദറിലെ ജനകീയ വിപ്ലവ നേരെ മറിച്ച് ഖൈബർ ജനകീയ വിപ്ലവമല്ല. തലേന്ന് രാത്രി റസൂൽ പറയാണ്, നാളെ രാവിലെ ഞാൻ ഒരാളെ കയ്യിൽ കൊടി കൊടുക്കും, അയാളെ കൊണ്ട് ഫതഹ് ഉണ്ടാവും, വിജയം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഭയങ്കര രഹസ്യമുള്ള കൊടി, അല്ലെങ്കിൽ പിന്നെ ഇതിന് മത്സരിക്കേണ്ട എന്തിനാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സുബഹിക്ക് 1-ാം സഫിന്റെ മുന്നേ തന്നെ ഇരുന്നു. എന്തിന്? നിന്നെ കാണാതെ റസൂൽ എന്നെ മറക്കണ്ട. നിസ്കാരം കഴിഞ്ഞപ്പോൾ തഅല്ലുറത്തു ഇലാ റസൂലില്ലാഹ്, ഞാൻ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വെളിവായി നിന്നു. എന്തിന്? ആ കൊടി വാങ്ങാന്. അപ്പുറത്ത് സിദ്ദീഖുൽ അക്ബർ ഉണ്ട്. ഞാന് നേതാവാകാൻ കൊതിച്ച ഒറ്റ ദിവസമേ ഉള്ളൂ, അത് ഖൈബറാണ്. മനസ്സിലായോ പറഞ്ഞത്? ഞാൻ എന്റെ ജീവിതത്തിൽ നേതാവാകാൻ കൊതിച്ചിട്ടില്ല. ഇല്ല യോമ ഖൈബർ എന്ന് കുറിച്ചിട്ടുണ്ട്. ഖൈബറിലെ ആ ദിവസം ഞാൻ നാളെ രാവിലെ ഒരു കൊടി തരുന്നുണ്ട്. ആ കൊടി സാധാരണ കൊടിയല്ല കുട്ടി. ആ കൊടിയെ പറ്റി പറയാത്ത കിതാബുണ്ടോ? മനസ്സിലായി? ഈ കൊടി സാധാരണ കൊടിയല്ല. ഈ കൊടി ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ടാണ് നമ്മളെ നേതാവ് ഈ കൊടി ഞാൻ മഹദി ഇമാമിന്റെ കൈ കൊടുക്കുന്ന പറഞ്ഞത്. ഇത് ഏതാ കൊടി? അലവിയത്താണ്. ആ കൊടി പലർക്കും ഉണ്ടാക്കടാ. കൊടി ഉണ്ടാക്കിയാ പടി പിടിക്കാന്നല്ലാതെ കൊടി പിടിക്കാൻ കഴിയൂല. എല്ലാ കൊടിയും കൊടിയാവൂല. അത് രഹസ്യമുള്ള കൊടിയാ. രഹസ്യ. ആ കൊടിയെ പറ്റി ഇനിയും രഹസ്യമുണ്ട്. പിന്നെ എല്ലായിടത്തും പറയാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ പറയാത്ത ആ കൊടിക്ക് ഇനിയും രഹസ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയ രഹസ്യം തന്നെ ആ കൊടിയിൽ ഇനി പറയുന്നുണ്ട്. രഹസ്യം കുറച്ച് രഹസ്യം കിടക്കട്ടെ. 18 അടവും കൂടി കുരുക്കൾ പറഞ്ഞാൽ പിന്നെ കുരുക്കൾക്ക് എന്ത് വിലയുള്ളത്?
വടി പിടിക്കുന്നവരെ കൊടി പിടിക്കി. മനസ്സിലായോ പറഞ്ഞത്? അലി അങ്ങനെ ഞങ്ങൾ എല്ലാവരും നിന്ന് എല്ലാവർക്കും എന്ത് കിട്ടണം? കൊടി കിട്ടണം. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് അതിനാലി എവിടെ അലിന്ന് വെച്ച് അപ്പോൾ പറഞ്ഞു അർമദു യാ റസൂലല്ലാഹ്, ചെങ്കണ്ണ് പിടിച്ച് തമ്പിൽ കിടക്കാൻ ചെങ്കണ്ണ് പിടിച്ച് സുഖമില്ലാതെ തമ്പിൽ കിടക്കണ ആളെ ഈ കൂട്ടത്തിൽ കൂടാത്ത ആളെ വിളിപ്പിച്ചു. ഇവിടെ വലിയ കരുത്തന്മാരും വലിയ ആളുകളും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ യോഗ്യന്മാരാന്ന് പറഞ്ഞാൽ ഇരിക്കണത്. ഞാൻ വരെ അന്ന് നേതാവാകാൻ കൊതിച്ചാ സുബൈക്ക് പോയത്. ആര് പറയാ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അർമദായി ചെങ്കണ്ണ് പിടിച്ച് കിടക്കണ്ട ഈ തിരുമ്പി ഇങ്ങോട്ട് കൊണ്ടിരുന്നു. അലി ഹാജരായപ്പോൾ ആ രണ്ട് കണ്ണിലും റസൂലുള്ളാഹി തുപ്പി. ആ കണ്ണിൽ ഒന്നുമില്ലാത്തതുപോലെയായി. ഫതഹാക്കിന് പോയി എന്ന് പറഞ്ഞു. ആട് പോയി ഫതഹാക്കിന് പോന്നു. പക്ഷെ ആ ശത്രു ഒരിക്കലും തീരില്ല. അതുകൊണ്ട് ഫാത്തിഹയിൽ പറഞ്ഞ ശത്രുവാണിത്. ആ ശത്രുവിനെ പരാജയപ്പെടുത്തണമെങ്കിൽ അലവിയത്തിലൂടെ കഴിയുള്ളൂ. അതിന്റെ പേരക്കുട്ടിയാണ് അവസാനമാണ് വരുന്നത്. അതുകൊണ്ടാണ് മരം വരെ പറയുന്നത് അതിന്റെ അസല് അലിയാണ്, അതിന്റെ അസല് മുത്തുനബിയാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ പറഞ്ഞത്? കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. വഹാബികളെ, നിങ്ങൾ പഠിക്ക്, നമ്മൾ പഠിച്ചു കൊടുത്തുനിന്ന് പഠിക്ക്. നിങ്ങളെ സ്കൂളിന്റെ കുഴപ്പമാണ് നിങ്ങൾ കുഴപ്പം. ഖുർആന്റെ കുഴപ്പമല്ല, ഹദീസിന്റെ കുഴപ്പമല്ല, നിങ്ങളെ സ്കൂളിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പഠിക്കും. മനസ്സിലായോ പറഞ്ഞത്? മുഅ്മിനീങ്ങളെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് അപ്പൊ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ എന്തും പറയാ. അത്വരീഖുൽ അലവിയ്യ എന്ന് പറയാ, അസ്റാത്തുൽ അലവിയ്യ എന്ന് പറയാ. ആ ശുദ്ധമായ അസ്റാത്തുൽ മുഹമ്മദിയ്യ അതന്നെയാണ് അസ്റാത്തുൽ അലവിയ്യ, അതന്നെ അസ്റാത്തുൽ ഇബ്രാഹിമിയ്യ. മനസ്സിലായോ പറഞ്ഞത്? അതിനങ്ങനെ വരുന്ന വഴിയാണ് ഖാദിരിയ്യ, അതന്നെയാണ് എന്ത് റിഫായിയ്യ, അതന്നെയാണ് ഷാദുലിയ്യ, ചിസ്തിയ്യ, തിജാനിയ്യ, ഷാദുലിയ്യ, സുഹ്റവർദി ഒക്കെ. ഇനി അതന്നെയാണ് ഷാഫിഇയ്യ. കാരണം ഈ ഷാഫിഇയ്യത്ത് ആ ഷജറത്തിന്റെ അടിയിൽ പോയി എന്നിട്ടാണ് ചാർജ് ചെയ്ത്. അതന്നെയാണ് മാലിക്കിയ്യ, മദീനയിൽ ചെരുപ്പിട്ട് നടക്കാത്ത മനുഷ്യൻ. ഈ മാലിക്കിയത്ത് എന്തിനെ ബഹുമാനിച്ചത്? അലവിയത്തിന്. അതന്നെയാണ് ആര് ബഹുമാനിച്ചത്? അഹ്മദ് ബിൻ ഹംബൽ, അതും അലവിയത്തിനെ ബഹുമാനിച്ചു. അതന്നെയാണ് എന്ത് അബൂ ഹനീഫത്തുൻ നുഅ്മാൻ ഹനഫിയ. ഹനഫിയയും എന്ത് മരത്തിന്റെ ചോട്ടിൽ? അലവിയത്തിന്റെ ചോട്ടിൽ. മനസ്സിലായോ പറഞ്ഞത്? എല്ലാം അലവിയത്തിന്റെ ചോട്ടിൽ ശുദ്ധീകരിക്കുന്ന വഴികളാണ് എന്ത്? ഖാദിരിയത്ത്, റിഫായിയത്ത്, ഷാദുലിയത്ത്, എല്ലാം അലവിയത്ത്. മദ്ഹബുകളെല്ലാം എന്തിന്റെ ചോട്ടിൽ? ഈ അലവിയത്താകുന്ന മരത്തിന്റെ ചോട്ടിൽ. അതാണ്. അത് രണ്ടോട് കൂടിയാൽ ഒന്ന് എന്ത്? ഹിക്മത്താകുന്ന തസവുഫും, രണ്ട് ഇൽമാകുന്ന ഫിഖ്ഹും ഒരുമിച്ച് കൂടിയ ആളാണ് സയ്യിദുനാ അലി. അത് ഒരാളിൽ മേളിച്ചാൽ അവൻ തന്നെ നേതാവ്. നമ്മളെ ഇന്നത്തെ നേതാവ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്താണത്? അതിൽ ഇൽമുണ്ട്, അതിൽ ഹിക്മത്തുണ്ട്, അലവിയത്തുണ്ട്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയും ഞങ്ങളെ പൊളിക്കാൻ കഴിയൂല. നിങ്ങൾ പൊളിയാന്നല്ലാതെ ഞങ്ങളെ പൊളിക്കൽ നടക്കൂല, ഒരിക്കലും നടക്കൂല. ആ മുത്തുക്കോയത്തങ്ങൾ അടുത്ത ബഹുമാനപ്പെട്ട ഈ ഉമ്മത്തിന്റെ മഹാനായ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്താണ് പറയാ? അതെന്താ അലവിയത്ത്? സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരെ വിജയിക്കാനുള്ള കാരണം തലപ്പത്താരുണ്ട്? അലവിയത്ത് മാറ്റിയാൽ കോള മികച്ച ഓടായി മാറും, 10 കഷ്ണാവും. എന്തും അലവിയത്ത് മാറ്റണം എന്നല്ല, അലവിയത്ത് മാറ്റിയാൽ അതിന് യാതൊരു വിലയും ഇല്ലാവൂല. അത് 100 കഷ്ണാവും. എന്തേ കഷ്ണാകാത്തത്? അലവിയത്ത് അതിന്റെ തലയിലുണ്ട്. അതെന്താ പിളരാത്ത? പിളരൂല, പിളർന്നാൽ തന്നെ കൂടും. എന്തുകൊണ്ട്? അതിൽ എന്തുണ്ട്? അലവിയത്തുണ്ട്. അതിനെ നിഷേധിച്ചവര് അതിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അലവിയത്ത് തന്നെയാണ്. അലവിയത്തിനെ നിസ്സാരപ്പെടുത്തിയാൽ അത് കഴിഞ്ഞ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതാണ് സിറാത്തുൽ ലദീന അൻഅംത. ഫാത്തിഹ. അതിന്റെ ശത്രുവാണ് ഏത്? യഹൂദിയത്ത്. യഹൂദിയത്തിൽ നിന്നാണ് ബിദഅത്തൊക്കെ ഉണ്ടായത്. ഖവാരിജ്. ആരാ ഖവാരിജ്? യഹൂദിയത്ത്. അവരാരെ കൊന്നു? 3 ഇമാമിങ്ങളെ കൊന്നവരല്ല, 4ാമത്തെ ഇമാമിനെ കൊന്ന്. 4ാമത്തെ ഖലീഫയെ കൊന്നവരാരാ? മുബ്തദീങ്ങൾ. ഇന്നത്തെ മുബ്തദീങ്ങൾക്ക് ദേഷ്യാണ് ആരോട്? അലിയോട്. സോറി, അത് തന്നെ അവിടെ സോക്കട്. നിങ്ങളിവിടെ ഇല്ല. പാമ്പിന്റെ വിഷം കൊണ്ട് മസ്മൂമായി മരിച്ചു സയ്യിദുനാ സിദ്ദീഖ്. മനസ്സിലായോ പറഞ്ഞത്? വ്യത്യസ്ത സാഹചര്യങ്ങളിൽ
കൊല ചെയ്യപ്പെട്ടു ബഹുമാന സയ്യിദന ഫാറൂഖ്, സയ്യിദന ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ബിദ്അത്തിന്റെ കക്ഷി ആദ്യമായി കൊന്ന ആളാണ് സയ്യിദന അലി റളിയല്ലാഹു അൻഹു. ബിദ്അത്തിന്റെ കക്ഷിയാണ് മുസ്ലിമീങ്ങള്, വലിയ താടിക്കാരെ മുസ്ലിമീങ്ങളെ താടിക്കാരെ കൊന്നു. ആരെ? സയ്യിദന അലി. മുസ്ലിമീങ്ങള് മുബത്തദിഈങ്ങള് അവർക്ക് ദേഷ്യായിരുന്നു. ആരോട്? സയ്യിദന അലിയോട്. ഇന്നും ദേഷ്യാണ് സയ്യിദന അലി. നീ മഹദിയുടെ ഹദീസൊക്കെ പറയുമ്പോൾ മുബത്തദിഈങ്ങൾ പറയും അങ്ങനത്തെ മഹദി വരൂല. ഒരു കാലത്ത് പറഞ്ഞിരുന്നു കർബലയിൽ അവര് തീർന്നു. ഇപ്പൊ പറയുന്നു, ഇപ്പോൾ പറയുന്ന എന്താ? മഹദി ഇമാമ് വരൂല എന്ന് അഭിപ്രായമുള്ളത് സുന്നത്യമായിട്ട് അല്ലാത്ത വഹാബി കക്ഷികൾക്കൊക്കെ അഭിപ്രായം മഹദി എന്നൊരാള് വരൂല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് പറഞ്ഞു എന്തുകൊണ്ട്? അതവർക്ക് ഇഷ്ടമല്ല. മഹദിയത്ത് എവിടുന്നാണ്? അത് അലവിയത്താണ്. അലവിയത്തിനാണ് എന്തുണ്ടായത്? ഈ അലവിയത്തിന് എന്തെതിർത്തോണ്ട്? ആരെതിർത്തുണ്ട്? അലവിയത്തിനെ എതിർത്തിട്ടാണ് ബിദ്അത്ത് ഉണ്ടായത്. ബിദ്അത്തിന്റെ അസ്ലെന്താ? യഹൂദിയത്ത്. ഖവാരിജിന്റെ അസ്ലെന്താ? യഹൂദിയത്ത്. ഖവാരിജ് ആർക്കെതിരായി? അലിക്കെതിരായി റളിയല്ലാഹു അൻഹു. ആ അലിയാരെ പേരക്കുട്ടിയാണ് സയ്യിദന മഹദി റളിയല്ലാഹു അൻഹു. അവരെ ഏറ്റവും വലിയ ശത്രു ഏതാ? യഹൂദിയത്ത്. അവരെ ഇന്ന് നിഷേധിക്കുന്നവരാരാ? ആ യഹൂദിയുടെ പേരക്കുട്ടികളായ, അതിന്റെ ബാക്കിക്കാരായ, അതിന്റെ കുടുംബക്കാരായ ബിദ്അത്തിന്റെ കക്ഷികള്. മനസ്സിലായോ പറഞ്ഞത്? കാര്യം തിരിഞ്ഞവർക്ക് തിരിയാൻ പാടും മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ.